ഉപവാസങ്ങളും ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, കണ്ണിനും കാതിനും കൗതുകവും ആസ്വാദ്യവുമാകുന്ന എത്തിച്ചേരുമ്പോൾ 40 ദിവസത്തെ ഉപവാസത്തിലേക്ക്, നോമ്പാചരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കരുണയുടെ ചെവിചായിക്കുകയും ഈ ക്ഷാരകാലത്തിലാകുന്ന അങ്ങേ ദാസരുടെ അങ്ങേ അനുഗ്രഹധാര ദയാപൂർവം വർഷി അനുദപിക്കുകയും സുവിശേഷത്തിൽ ഇന്ന് ആഷ് വെനസ്ഡേ ആണ്. അപ്പോൾ രാവിലത്തെ കുർബാനയും കണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേരെ കൊണ്ടുപോയി സ്കൂളിലാക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സംസാരിക്കാം. ചിലപ്പോൾ ഇപ്പം തന്നെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സമയം കിട്ടിയെങ്കിൽ സംസാരിക്കാം. ഹസ്ബൻഡ് ഒരുപാട് സ്വന്തക്കാർക്ക് എൻ്റെ ഇൻ്റർവ്യൂ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനത് ക്ഷമ ചോദിക്കുന്നു. എന്തായാലും നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതൊന്നുമല്ല. എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നിയത് അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിൻ്റെ കാര്യമാണ്. അത് ഇപ്പോഴെന്നല്ല എപ്പോൾ പറയാൻ ഞാൻ ഓക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ, മദ്യപിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ മദ്യപാനം മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആരും മദ്യപിക്കേണ്ടെന്ന് പറയുന്നില്ല. മദ്യപിക്കാം, അത്യാവശ്യം നമുക്ക് എൻ്റർടൈൻ ചെയ്യാം. നമുക്ക് വൈഫായിട്ട് തന്നെ സന്തോഷിച്ച് ഡ്രിങ്ക്സ് കുടിക്കുന്ന എത്രയോ നല്ല ഫാമിലിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ സന്തോഷിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ മദ്യം നമ്മൾ വിഴുങ്ങി നമ്മളെ കൺട്രോളാക്കി നമ്മുടെ ബോധം കളഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന രീതി എന്താണെന്ന് മനസ്സിലാക്കാതെ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്, എൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഒരുപാട് ഹസ്ബൻഡ് ഫാമിലിയുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞങ്ങളുടെ ഫാമിലിയിലൊരു ചേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നലെ അദ്ദേഹം വിളിച്ച് എന്നോട് കുറച്ച് നേരം സംസാരിച്ചു. ബിക്കോസ് അവരുടെ ഫാമിലിയായിട്ടൊക്കെ പലതരം ഫാമിലി എല്ലാവരുമായിട്ടും ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അല്ലാതെ നമ്മൾ ആരെ പറ്റിയും അനാവശ്യങ്ങൾ പറയാനോ പിടിക്കാനോ ഞാൻ അങ്ങനെ പറയുന്ന വ്യക്തിയല്ല. പക്ഷെ എൻ്റെ മനസ്സിലെ വേദനകൾ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും കല്യാണം കഴിഞ്ഞ സമയം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുവാണ്, ഞാൻ എൻ്റെ അമ്മായച്ചനായ
തങ്കച്ചൻ, പാലാത്ര തങ്കച്ചൻ്റെ ബ്രദറായ തോമസ് കുട്ടി ചായൻ്റെ അടുത്ത് ജീന ചേച്ചിയുടെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ ആ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ പറയുന്നു, അത് ആരെങ്കിലോട് ഒന്ന് ഷെയർ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി, അപ്പോൾ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേക്കും നമ്മൾ ഒരു സങ്കടത്തിലാണത് പറഞ്ഞത്, അല്ലാതെ മനഃപൂർവ്വം ആരെയും എൻ്റെ ഭർത്താവിനെ പോലും അത് മോശമാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഭർത്താവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ബ്ലസ് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതെന്താ ഇത്? കുരിശാണ്. അമ്മ പള്ളിയിൽ പോയി വന്നേ ഉള്ളൂ. ആ കുരിശ് അമ്മ ഇപ്പം ഇട്ട് തരാം കേട്ടോ. അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്, ഇട്ട് തരാം കേട്ടോ. ലക്കിയായിട്ട് കളിക്കുവാണ് ആൻ്റണി. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അദ്ദേഹം മദ്യം നിർത്തിയാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിയർ നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഓക്കെ ആവും, മനസ്സും ഓക്കെ ആവും, പറയുന്ന കാര്യങ്ങൾക്കൊരു വ്യക്തത വരും, ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫാമിലിയെ താഴ്ത്തി കെട്ടാനോ, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് എത്രയോ ഇനി കുഞ്ഞുങ്ങൾ, ഇപ്പോൾ എൻ്റെ മക്കൾ വരെ ആ ഫാമിലിയിലുള്ളവരാണ്. അപ്പോൾ അവരുടെ ഭാവി വരെയാണ് ഞാൻ ഈ പറയുന്നത്. ആ കുഞ്ഞുങ്ങൾക്കൊരു കല്യാണക്കാരി ഞാനില്ലാതെ, അല്ലെങ്കിൽ ആ മോശമായിട്ടൊരു പേര് വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. എൻ്റെ മനസ്സിൽ അപ്പോഴത്തെ വേദന, ഞാൻ എന്തെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വിഭൂതി തിരുനാളിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ മനസ്സിലെ വേദനകൾ സത്യമായിട്ട് പറയുകയാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഞാനിത് കാര്യങ്ങൾ വേറെ ഒന്നും സംസാരിക്കാനില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്തു. ആ വീഡിയോയുടെ പുറകെ ഒരുപാട് കമൻസ് വന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ, അമ്മയായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ കുടികാരോട് നമ്മൾ ആവശ്യമുള്ള സമയത്തെ പറയാവൂ, അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന, നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്ന അദ്ദേഹം കേട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ കുടിക്കുന്ന വ്യക്തി കേട്ട് ഇരുന്നിട്ട് പിന്നെ ഒരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ അതുപോലെ പൊട്ടിത്തെറിയായിരിക്കും. അപ്പോൾ അത് സ്വന്തം ഫാമിലി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ ഇടാനുള്ള കാരണമേ അതാണ്. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൈലൻ്റായിട്ടിരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, ഒരു പ്രാവശ്യം വിളിച്ചതേ മോനെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ആകാം. പിന്നെ ഡെയിലി ഇത് തന്നെ ഇങ്ങനെ. ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഇങ്ങാണ്ട് രണ്ടാഴ്ചയല്ല മൂന്നാഴ്ചയും സെയിം കാര്യങ്ങൾ തന്നെ വിളിച്ച് പറയുമ്പോൾ സെയിം കാര്യങ്ങളും സ്വന്തക്കാർ ഇങ്ങനെ പറയുന്നു. 1-ാം തീയതി രാവിലെ അവരുടെ വീട്ടിൽ, ചങ്ങനാശ്ശേരി വീട്ടിൽ കുടുംബയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന എല്ലാവരും എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു, അത് ഭയങ്കര മോശം മോനെ ഇങ്ങനെ കുടികാരനോട് ഒരു അമ്മ ഇങ്ങനെ പറയുമ്പോൾ അത് എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇനി അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ അവൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോനെ പറ്റി അങ്ങനെ പറയുന്നത്. അതൊന്നുമല്ല, ഉള്ള ഫാക്റ്റാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഏതാണ് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറാണെന്നൊക്കെ എനിക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്തിനാ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്തായാലും ഫാമിലി എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്ന വേറെ ഒന്നുമല്ല. എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയുവാണ്. ഇപ്പോഴും എൻ്റെ ഈ വീഡിയോ എനിക്കൊരു വേദന തോന്നിയിട്ട് ഞാൻ പറയുകയാണ്. പക്ഷേ ഇന്ന് പറഞ്ഞ് നിർത്തുന്ന വീഡിയോയുടെ മുകളിലേക്ക് ഞാൻ ഇനിയൊരു വീഡിയോ പറയുന്നില്ല. എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അത് എന്നെ ഒന്ന് നമ്മളൊന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും നമ്മൾ ചൊടിക്കും അല്ലേ. അതുപോലെ ചൊടിക്കുന്ന വിധത്തിൽ ഒരു കാര്യങ്ങൾ സംസാരിക്കാതെ ശ്രമിക്കുക. അപ്പോൾ ആ ചേട്ടനായാലും വിളിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ പറഞ്ഞു, പരിഹാരം ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ വിചാരിച്ച ഒരു ടേബിളിൻ്റെ ചുറ്റിനിരുന്ന് എല്ലാവരും കൂടെ സംസാരിച്ച് തീർക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഒന്നിൻ്റെ മുകളിൽ നമ്മളെ ഒരു അവഗണിക്കുന്ന രീതിയിൽ ഒരു കുടുംബം കാണിക്കുമ്പോൾ നമ്മളതിൽ നിന്ന് മാറുന്നത് നല്ലത്. പക്ഷേ ഈ വീഡിയോ ഇടുന്നതും എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് നാളെ എൻ്റെ കാര്യങ്ങൾ അറിയാനും എൻ്റെ മക്കൾ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നാളെ ആരും വന്ന് ചമഞ്ഞാരും പറയണ്ടല്ലോ ഇതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഇന്ന് വിശുദ്ധ വാരം തുടങ്ങുമ്പോൾ, വിശുദ്ധ മാസം തുടങ്ങുമ്പോൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. ഞാൻ ഒരു കാര്യം പോലും നുണയായിട്ട് പറയരുത്. ഉള്ള കാര്യം സത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും
എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫാമിലിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് ഈ വീഡിയോ പറ്റെങ്കിൽ കാണുക, ഫുള്ളായിട്ട് കാണുക. അല്ലെ കാണാൻ താല്പര്യം കാണണ്ട. ഇത് എനിക്ക് എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ വലിയൊരു എന്താ പറയുക, വലിയൊരു അബ്കാരി ആയിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ സ്വന്തം വീട്ടിലെ ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ മദർ-ഇൻ-ലോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് ക്യാഷും കാര്യങ്ങളും സ്വന്തം വീട്ടുകാർ ചോദിക്കുമ്പോൾ ഈ പൈസ എന്ന് പറയുന്ന സംഭവം എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അത് വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവർക്കും പൈസ ആവശ്യമുള്ളതാണ്. പൈസ ഇങ്ങനെ വിളിച്ചെല്ലാവരും ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം നോ പറയത്തില്ല, അദ്ദേഹം അത് കൊടുത്ത് സഹായിക്കും. ഈവൻ ദോ എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അച്ഛൻ വിളിച്ച് പൈസ ചോദിച്ചിട്ട് പോലും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും പൈസ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കത്തില്ലല്ലോ. അപ്പം തന്നെ പുള്ളി പറഞ്ഞു, ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ള ആൾക്കാർ കൊടുക്കുമ്പോൾ കൊടുക്കാൻ നല്ല എളുപ്പമാണ്, പിന്നെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കാനുള്ളത് അമ്മയ്ക്കായിക്കോട്ടെ എല്ലാം നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, പിന്നെ അതിനുശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് എന്തും ആയിക്കോട്ടെ, ഫോൺ വിളിച്ച് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഫോൺ വിളിച്ച് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, നിങ്ങളുടെ സഹോദരന്മാരുടെ കാര്യങ്ങൾ, അമ്മയുടെ കാര്യങ്ങൾ, അമ്മയുടെ ആവശ്യങ്ങൾ, മകൻ്റെ കാര്യങ്ങൾ, മകൻ്റെ കുടി നിർത്താൻ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ ഫോൺ വെച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ചോദിക്കുക, എന്നെ ഇഷ്ടമില്ലെങ്കിൽ ചോദിക്കേണ്ട, എൻ്റെ മക്കളുടെ കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞ് സംസാരിച്ച് വയ്ക്കുക. നമ്മൾ ഒരു കാര്യം പിന്നെയും ആവർത്തിച്ച്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് അമ്മ സംസാരിക്കുന്നതല്ല, നിരന്തരമായിട്ട് അവരമ്മയും മകനും സംസാരിക്കുന്നത് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ. എന്ന് വെച്ചാൽ എന്നെപ്പറ്റി പറഞ്ഞാലും അത് എൻ്റെ കുടുംബത്തിനെ പറ്റി പറയുമ്പോഴും ഇത് സ്പീക്കർ ഫോണിലാണ് കേൾക്കുന്നത്. അപ്പം നമ്മളടുത്തുനിന്ന് കേൾക്കുമ്പോൾ ഞാനും ആലോചിക്കും, ഇതെന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിർത്താറായില്ലേ, ഈ സംസാരം നിർത്താറായില്ലേ. എൻ്റെ ജോലിക്കാരും പറയും, ഒരു ദിവസം എത്ര പ്രാവശ്യമല്ല അമ്മയോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിക്കും. സോ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ആവശ്യത്തിന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ എല്ലാം അമൃതമായാലും ഉള്ളൂ കുഴപ്പമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് മക്കളോടും ഏത് അമ്മമാർക്കും സംസാരിക്കാം. ഒരാളോട് നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല. ഇപ്പം ഞാനും എൻ്റെ മക്കളോട് സംസാരിക്കണം, പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക. ഒരു കുടുംബത്തിനെ ഉണ്ടാക്കാനായിട്ട് വലിയ പാടാണ്, പക്ഷേ ആ കുടുംബം പിരിക്കാനായിട്ട് 5 മിനിറ്റ് മതി. പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ മകൻ്റെ ഉള്ളിൽ പ്രശ്നം വന്ന്, പ്രത്യേകിച്ച് കുടികാരനാകുമ്പോഴത്തേക്കും അത് കുടിച്ചു കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന്, എൻ്റെ വായിൽ നിന്ന് വന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ ഫൈറ്റായി, ഞങ്ങളുടെ വീടിൻ്റെ അകത്തൊരു പ്രശ്നങ്ങളായി, ഒരു ബുദ്ധിമുട്ടായി, മാനസിക ടെൻഷനായി. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങളും സമാധാനത്തിന് ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഈ ഫുൾ വീഡിയോ കാണാൻ പറ്റിയെങ്കിൽ കാണുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഫാമിലി ആയാലും ക്ഷമിക്കുക. എനിക്കതേ പറയാനുള്ളത്. ഹായ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണല്ലോ. മാമും ബേബീസും എല്ലാം ഒരേ ഡ്രസ്സാണ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ രാവിലെ വളരെ ബിസി ആയിട്ട് ബേബീസിനെ കൊണ്ട് സ്കൂളിലാക്കി. ഇന്നിപ്പോൾ ലെൻറ്റ് തുടങ്ങുന്ന ദിവസമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നോൻപ് തുടങ്ങുന്ന ദിവസമാണ് ക്രിസ്ത്യൻസിന്. അപ്പോൾ നോൻപ് തുടങ്ങുന്ന ദിവസമായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻ്റർവ്യൂയുടെ ഒരുപാട് ആളുകൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നോട്ട് ഇൻ്റർവ്യൂ മാത്രമല്ല, അല്ലാതെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം ഞാൻ എല്ലാവർക്കും കഴിഞ്ഞ 2-3 വീഡിയോസിന് മുന്നേ ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് സമയം കിട്ടുമ്പോഴത്തേക്കും ഞാനത് പറയാം. എല്ലാവർക്കും ഉള്ള ആൻസർ മീൻസ് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല, കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതിനുള്ളൊരു ഫ്രീ ടൈമാണ്. ബേബീസിനെ കൊണ്ടുവന്ന് സ്കൂളിലാക്കി ഞാൻ.
ഓക്കെ, ഇപ്പോൾ പ്രിൻസിപ്പൽ മാം ഫ്രണ്ടിൽ തന്നെ, റീബ മാം ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം റീബ മാമിനെ കാണുവാണ്. പിന്നെ വേറെ എന്നാന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മീൻസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വീടെത്തുമ്പോഴത്തേക്കും അല്ലാതെയുള്ള എൻ്റെ മറ്റൊരു ഫോണും കൂടെ എടുത്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, അതിനുള്ള ആൻസറും പറയാം. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, മാഡം എല്ലാ സ്റ്റാഫുകളും ഒരേ ഡ്രസ്സാണല്ലോ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വല്ലാർപാടത്ത് പോയ ഒരു വീഡിയോയിലാണ് എല്ലാ സ്റ്റാഫുകളും ബ്ലൂ കളറിലൊരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാറുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് ബേബീസ് ഉള്ള കാരണം നമ്മൾ സ്റ്റാഫായിട്ടാണ് കൂടുതൽ പോകുന്നത്. ബിക്കോസ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം മാരീഡ് ആണ്, സെറ്റിൽഡ് ആണ്, അവരെല്ലാവരും ഫോറിനിലൊക്കെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അവർ വരുമ്പോഴത്തേക്കും ഒന്ന് കാണും, അല്ലെങ്കിൽ എല്ലാവരും ഫേസ്ബുക്ക് വഴിയോ ഒക്കെ കണക്ഷൻ, അത്രേ ഉള്ളൂ. ഇപ്പം അതേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് എനിക്കതെല്ലാം സമയം ഇപ്പം ഇല്ല. അത് മാത്രമല്ല, ചിലവരായിട്ട് നമ്മൾ പെട്ടെന്ന് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചിലവരെ നമ്മളിങ്ങനെ ഹായ് കാണിക്കും. നിർബന്ധമില്ല, ഫ്രണ്ട്സ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നല്ലതാണ്, ഫ്രണ്ട്സ് ഇല്ലെങ്കിലും നല്ലതാണ്. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺ. അപ്പോൾ നമുക്കതിനുള്ള ഒരു കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു ആപത്ത് ഘട്ടത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ആയിരിക്കണം. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു, കുറച്ച് ദിവസം സംസാരിച്ചു, അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു 5 ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, അവരായിട്ട് സംസാരിച്ചു, അത് കഴിഞ്ഞ ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലവർ അതിൽ നിന്ന് മാറും, ബാക്ക് ഔട്ടാവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ഫ്രണ്ട്സിനെ എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ടൈമിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കും, അതിലും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും ഇന്ന് വരെ കൂടെ നിൽക്കുന്നത്. ബിക്കോസ് ഏത് സിറ്റുവേഷനിലും നമുക്കൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ കോളേജിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, അതൊക്കെ ബിക്കോസ് ഞാൻ കോളേജിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ ഫ്രണ്ട്സും അവരൊരു ഗ്യാങ് ഉണ്ട്, കോളേജ് ഫ്രണ്ട്സും ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവർ ഗെറ്റ് ടുഗെദർ കൂടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയാണ് കൂടുന്നത്. അപ്പോൾ എനിക്കുള്ളത് സ്കൂൾ ഫ്രണ്ട്സാണ്. അപ്പോൾ സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളതിന് എനിക്ക് എല്ലാ ഫ്രണ്ട്സും പുറത്തായിരുന്നു. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി അവരെല്ലാവരും എനിക്ക് ലൈക്ക് തരാറുണ്ട്. അപ്പോൾ ആരൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞു വന്നത് എങ്ങനെയാണ് സ്റ്റാഫുകൾക്ക് ഈ സെയിം ഡ്രസ്സ്. അപ്പോൾ ഞാൻ സ്റ്റാഫുകളെ കൂട്ടിക്കൊണ്ട് പുറത്ത് പോകുമ്പോൾ സപ്പോസ് ഞാൻ വല്ല ഷോപ്പിൽ കയറുമ്പോഴത്തേക്കും അവർക്കിപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ അവർക്ക് ഏതെങ്കിലും ഒരു നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഡ്രസ്സ് കണ്ടാൽ, മീൻസ് എല്ലാവർക്കും എല്ലാ സൈസും ആണ്, പലവർക്ക് പല സൈസല്ലേ. ചിലവർക്ക് മീഡിയം ആയിരിക്കും, ചിലവർക്ക് ലാർജ് ആയിരിക്കും, എക്സൽ ആയിരിക്കും, ചിലപ്പോൾ ഡബിൾ എക്സൽ ആയിരിക്കും. ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു കാറ്റഗറിയിൽ കിട്ടിയാൽ മാത്രം ഞാൻ അങ്ങനെ എടുക്കും. ഞാൻ എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു യൂണിഫോം ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ യൂണിഫോം മാത്രം ഇട്ട് നിൽക്കുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലൊരു ഒരു 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 വിഷമം വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ യൂണിഫോം ഇട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു കംഫർട്ടബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടോ ഒരു ആസാമി കുട്ടി വന്നപ്പോഴത്തേക്കും ഒരു ദിവസം കണ്ടു ഇട്ടു. പക്ഷെ ആസാമി ആരുടെ ഇട്ടു, വീട്ടിൽ നിന്ന് വെച്ച് വേറൊരു ചേച്ചി വീട്ടിൽ നിന്ന് അപ്പം ഇതിൻ്റെ കോള് വന്നപ്പോഴത്തേക്കാണ് കട്ടായ സിസ്റ്ററെ വിളിച്ചത്. അപ്പം വീട്ടിൽ നിന്ന് വേറൊരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ മാഡം ഞങ്ങൾക്ക് നാണാണ് ഇടാനായിട്ട് എന്ന് പറഞ്ഞു. ബിക്കോസ് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കാണണ്ടല്ലോ ഡ്രസ്സിൻ്റെ മുകളിൽ ഒരു കോട്ട് ഇടുന്നത്. ഞാൻ പറഞ്ഞു അതാ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ വേണ്ട മാഡം, നമുക്ക് മാഡം നേരത്തെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നെ പോലെ ചുരിദാർസ് വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ചിലവാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ചിലവാകുമല്ലോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയാണ് കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യം. നിങ്ങളിപ്പോൾ ചോദിച്ചത് ഒന്ന് ഓഫ് ചെയ്യണേ. അപ്പോൾ യൂണിഫോമിൻ്റെ കാര്യം അങ്ങനെയാണ്. അത് മാത്രമല്ല, അപ്പോൾ അത് കൂടാതെ ഞാനിപ്പോൾ എൻ്റെ സ്റ്റാഫിൻ്റെ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു എൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കാണാത്തവരുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓൺലൈൻ ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ, മീൻസ് നമ്മുടെ ഇൻ്റർവ്യൂയുടെ ഫ്ലോയുടെ കൂടെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. എന്താ പറയണേ,
നമ്മുടെ ഇപ്പോൾ സ്റ്റാഫ് 4 പേര് വീട്ടിലുണ്ടെങ്കിലും ഞാൻ നോക്കുന്ന പോലെ ആവത്തില്ല. ഞാൻ പുറത്തെവിടെയും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ സംസാരമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത് ഒരിക്കലും ഞങ്ങളുടെ നാട്ടിലുള്ള ചേച്ചിമാരല്ല. ബിക്കോസ് ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് കേട്ടത്, വീട്ടിൽ നിന്നേച്ച് മീൻസ് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിൽ 8 വർഷം ഒരു ചേച്ചി 6 വർഷമൊക്കെ നിന്ന ചേച്ചി, അവരെ ഒന്നല്ല ഞാൻ കുറ്റം പറയാം. ബിക്കോസ് അവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നന്നായിട്ട് പിള്ളേരെ നോക്കുന്നവർ. അവരല്ല, പിള്ളേരെ നോക്കാനായിട്ട് ഞാൻ സെപ്പറേറ്റ് എടുത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് അവര് പിള്ളേരെ നോക്കണ സമയത്ത് അവര് കിച്ചണിൽ പോയി. ബിക്കോസ് കിച്ചണിന്റെ അകത്തുള്ള ചേച്ചിമാര് കിച്ചണിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവര് അവിടെ ചെന്നിരുന്ന് സംസാരമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഉരുണ്ട് വീണ് തല പൊട്ടി അല്ലെങ്കിൽ തല ഇങ്ങനെ മുഴച്ചൊക്കെ നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് അത്? മാഡം അവര് തമ്മിൽ ഇടിയായിരുന്നു. ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ എവിടെ പോയി? അത് ഞങ്ങൾ അപ്പുറത്തേക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ അവരിടിച്ചു എന്ന് പറഞ്ഞു. അതെങ്ങനെ നിൽക്കാനാണ്? ബിക്കോസ് നമ്മൾ 2 പേരല്ല 4 പേരുണ്ട്. ഞാൻ പറയാറുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് പണി ഉണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിള്ളേരുടെ കൂടെ ഇരിക്കുക. ഞാൻ പോയിട്ട് അത് അത്യാവശ്യം പോകേണ്ടി വന്നത് ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് വല്ല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അത്യാവശ്യം വല്ല കാര്യത്തിനും പോകേണ്ടി വന്നാൽ മാത്രമേ അങ്ങനെ പോകാറുള്ളൂ. അവര് മീൻസ് കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും ഞാൻ പിള്ളേരെ ഇട്ടിട്ട് പോകാറില്ല. കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ആ ഒരു വാക്ക് പറഞ്ഞ ശേഷം ആ ഇന്റർവ്യൂയുടെ ആൾക്കാർ ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട്, ബിക്കോസ് അവരൊക്കെ അവരുടെ ചാനൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ്സ് ആയിട്ട് അവരെന്ത് ചെയ്തു, ഇപ്പം ഹസ്ബൻഡിന്റെ മദ്യപാനമാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാണെങ്കിലും എല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അവരിട്ടിട്ടുണ്ടായിരുന്നു. ആ ഇട്ടതില് ഈ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു, എന്താ പറയുന്നത്, മെയ്ഡ്സിനെ നോക്കും. പിന്നെ അതിന്റെ താഴെ ഒരുപാട് ആൾക്കാർ കമന്റ്സ്, മെയ്ഡ്സിനെ ഞാൻ നന്നായിട്ട് നോക്കുന്നില്ല. ഒരിക്കലും ഇല്ല. ബിക്കോസ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന എത്ര ജോലിക്കാരാണെങ്കിലും അവരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഫുഡായാലും ശരി, അവർക്ക് ആദ്യം ഫുഡ് വിളമ്പി കൊടുത്ത് അവർ ഫുഡ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്ലേറ്റും കൂടെ എടുത്തിട്ടാണ് ഞാൻ അപ്പുറത്ത് പോയിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ആ ഒരു കംഫർട്ടബിൾ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈവൻ ദോ ഒരു ദിവസം പോലും സാലറി കൊടുക്കാതിരുന്നിട്ടില്ല. ചിലവർ വേണമെങ്കിൽ പറയും അയ്യോ 4 പേരൊക്കെ നിർത്തിയിട്ട് ഒരുപാട് പൈസ ചെലവാണ്. ആർക്കെങ്കിലും 4 പേരെ ഒരാളെ നിർത്തുമെന്ന് പറയുന്നത് 4 കുടുംബമാണ് കഴിയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തത്? അല്ലെങ്കിൽ പൈസ കൊടുത്തില്ലെങ്കിൽ പറയും അയ്യോ എങ്ങനെയൊക്കെ അടിച്ചു പിടിച്ച് നടക്കുന്നത്, ഒരു 4 പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ കൊടുത്തുകൂടെയെന്ന് ചോദിക്കും. ഈ 4 പാവപ്പെട്ട പെണ്ണുങ്ങളാണ് നമ്മുടെ വീട്ടിൽ വന്ന് ഒരു പണിയെടുക്കുന്നത്. അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള കാര്യത്തിനോ എന്തിനോ ആയിക്കോട്ടെ, അവരുടെ കുടുംബം നോക്കാനായി 4 കുടുംബത്തിന്റെ അകത്തേക്ക് ആ പൈസ പോവല്ലേ. അപ്പൊ അവർക്കും കൂടെ അത് യൂസ്ഫുൾ അല്ലേ, ഇല്ലേ? അങ്ങനെയും ചിന്തിക്കാം. അത് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ മുഖേന അങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ അപ്പൊ അതൊരു കാര്യം. അല്ലാതെ ഒരു നേരത്തെ നിന്ന് ചേച്ചിമാരെ നമ്മള് കളിയാക്കാനോ അല്ലെങ്കിൽ അവർ നോക്കിയിട്ടില്ലല്ലോ. ബിക്കോസ് നമ്മുടെ നാട്ടുകാർ തന്നെ അത് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ അവരെ നന്നായിട്ടാണ് നോക്കിയേക്കുന്നത്. പിന്നെ ഓരോരുത്തർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 5 വർഷം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ കിട്ടുന്ന ഒരു 6,000 ശമ്പളം അല്ലെങ്കിൽ 7,000 ശമ്പളം ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ചിലപ്പോൾ 15,000 ശമ്പളം ആണെങ്കിൽ അവർ അതിലല്ലേ പോകത്തുള്ളൂ. പൊക്കോട്ടെ വേണമെന്ന് ചോദിച്ചാൽ പൊക്കോന്ന് പറയും, ഇല്ലേ? അങ്ങനെ അവരുടെ കാര്യത്തിന് വേണ്ടി. ബിക്കോസ് ഇന്നിപ്പോ ഓരോ ദിവസം ജീവിക്കുമ്പോൾ ഓരോ ദിവസം പല പൈസ ആവശ്യമുള്ളതാണ്. അപ്പൊ ഒരു 15,000 സാലറിക്ക് ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നാണ് വിചാരം. അല്ലാതെ വേറെ ആരും ഞാൻ പിടിച്ചു നിർത്തി നിങ്ങൾ എൻ്റെ ഈ 5 രൂപ ശമ്പളത്തിനോ 6 രൂപ ശമ്പളത്തിനോ നിൽക്കാനൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതാണ് ശമ്പളത്തിന്റെ കാര്യത്തിന് ഇത്. അതുകൊണ്ട് എൻ്റെ സ്റ്റാഫ് ആരൊക്കെ നിന്നിട്ടുണ്ടോ എല്ലാരെയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഏത് യാത്രയ്ക്കും പോകുന്നത്. അതുപോലെ എൻ്റെ സ്റ്റാഫുകൾ 3 പേരുണ്ടായിട്ടാണ്. കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഒരാളും വീട്ടിൽ നിന്നേച്ച 2 സ്ത്രീകളെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ ദുബായ് ട്രിപ്പ് വരെ പോയത്. അപ്പൊ അവിടെ ഞാൻ ഒരു പക്ഷാഭേദം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. അവരെ നന്നായിട്ട് എൻ്റെ ഒപ്പം തന്നെ താമസിപ്പിച്ച് എൻ്റെ ഒപ്പം തന്നെ എല്ലാ യാത്രയും ചെയ്യിപ്പിച്ച് തിരിച്ചൊക്കെ കൊണ്ടുവന്നേക്കണം. അപ്പൊ അവർക്കറിയാം. അല്ലാതെ പെട്ടെന്ന് അങ്ങനെ ഒരു ക്ലിപ്പിംഗ് കാണുമ്പോഴത്തേക്കും ആൾക്കാർ ചിലപ്പോൾ നെഗറ്റീവായിട്ട് അല്ലെ സ്റ്റാഫിനെ നോക്കുന്നില്ല, അല്ലെ സ്റ്റാഫായിട്ട് സ്റ്റാഫിനൊട്ടും അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് എൻ്റെ കൂടെ വരുന്ന സ്റ്റാഫ് എൻ്റെ ഒപ്പം എല്ലാ ഹോട്ടൽസിലും, ഞാൻ ഏതൊക്കെ വലിയ ഹോട്ടലിൽ പോയിട്ടുണ്ടോ എൻ്റെ ഒപ്പം ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കുന്നത്. അല്ലാതെ നിങ്ങൾ മാറിയിരുന്നോ അല്ലെങ്കിൽ കൊള്ളില്ലാത്ത ഡ്രസ്സ് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ
ചിലത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റാഫുകൾ വീട്ടിൽ വന്നാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കെട്ടിക്കൊണ്ട് വന്നോളാം, ഒരു ചായ മാത്രമേ കൊടുക്കത്തുള്ളൂ, വീട്ടിലെ ഫുഡ് തന്നെ നിങ്ങൾ കഴിച്ചോളാം. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് എന്തുണ്ടാക്കുന്നു, എന്ത് കറിയുണ്ടോ അതെല്ലാവർക്കും ആദ്യം വിളമ്പി കൊടുത്ത് അതിനുശേഷം ഞാനും കൂടെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാഫുകളുടെ കാര്യത്തിന് ഒന്നും ഞാൻ ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വരുമോ? അത് ആലോചിച്ചാൽ മതിയല്ലോ. അല്ലാതെ ഒരു നാട്ടുകാർ ഒരു സ്റ്റാഫ് പോയി എന്ന് വിചാരിച്ചിട്ട് അവരെ നമ്മൾ അവരെ ഇന്ന പെർട്ടിക്കുലർ ഒരാളെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല. ഇത് അവരുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് ഇരിക്കാതിരിക്കാനാണ്. ബിക്കോസ് ഞാൻ ഉള്ളപ്പോൾ അവർ സംസാരിക്കുന്ന പോലെയല്ല, സംസാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഒന്ന് പുറത്തേക്ക് പോയി വരുമ്പോൾ പിള്ളേരെ നോക്കേണ്ട കാര്യത്തിൽ പിള്ളേരെ നോക്കണം. അപ്പം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ തല പൊട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ ഞാൻ ഒന്നും പറയത്തില്ല. ബിക്കോസ് അവരൊക്കെ നല്ല 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 വീട്ടിൽ നിന്ന് വന്ന് അവർ നന്നായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലവരുണ്ട് നമ്മുടെ ഈ സേവയെന്നൊക്കെ വിളിക്കുന്ന ആളുകൾ. അത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ സേവയെന്ന് വിളിച്ച് നിർത്തിയ ആൾക്കാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റും. ബിക്കോസ് അവർ 20 ദിവസത്തിലൊക്കെ വരും, 22 ദിവസം എങ്ങാണ്ട് പറയും. അവർ പൈസ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ആ പൈസയ്ക്ക് വേണ്ടി കുറച്ച് വന്ന് പണിയെടുക്കും. 22ാം ദിവസം നമ്മളൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അവരെ തിരിച്ചു വിളിക്കും, വേറൊരാൾ വരും. ചിലപ്പോൾ പറ്റാത്തൊരു ക്യാരക്ടറായിരിക്കും. നമുക്കിത് നമുക്കായിട്ട് ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ ഉണ്ടാകണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സേവയെന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് വിളിക്കാറില്ല. ബിക്കോസ് എൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ പ്രസവത്തിന്റെ സമയത്തൊക്കെ ആ സേവയെന്നാണ് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിൽ എല്ലാവരും വന്നേക്കണത് ഞാൻ പത്രത്തിൽ ആഡ് കൊടുത്തിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കണ്ട് എനിക്ക് അവരെ ഓക്കെ ആണെന്ന് അറിയുന്ന ആളുകളെ മാത്രമേ ഞാൻ റിക്രൂട്ട് ചെയ്തിട്ടുള്ളൂ. അവരാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ. കൂടാതെ പരിസരത്ത് നിന്ന് നിൽക്കുന്ന 2 പേരും ഉണ്ട്. അല്ലാതെയുള്ള ഒരാളെ പോലും ഞാൻ അങ്ങനെ എടുക്കാറുമില്ല. എനിക്കങ്ങനെ താല്പര്യമില്ല. ബിക്കോസ് അവരുടെ ആധാറും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഞാനൊരു ന്യൂസ് ഇട്ടിട്ട് തന്നെ ഇഷ്ടം പോലെ കോൾ വന്നിട്ട് അവസാനം ഇപ്പം എനിക്ക് ആ ഫോൺ പോലും എടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അത്രയും കോൾസാണ് വരുന്നത്. സോ അങ്ങനെ ഇരിക്കുന്നു. സോ അതൊരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ആലോചിക്കട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് ഒരു കാര്യം, ഇന്ന് വീട്ടിൽ ചെന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. പക്ഷെ എൻ്റെ മനസ്സിലിപ്പോൾ ഡ്രൈവ് ചെയ്ത സമയത്ത് വന്ന കാര്യം ഇതാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കുടിയന്മാരുടെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയാം അതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അവർ കുടിക്കുന്ന മുന്നേ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടാവും. ആ മിസ്റ്റേക്ക് അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്കും. പക്ഷേ അവർ കുടിച്ചു കഴിഞ്ഞ ശേഷം അവർ വയലന്റ് ആകുന്ന സമയത്ത് അവരിത് വിളിച്ചു പറയും. നമ്മളെ പറഞ്ഞ് അത് ഹേർട്ട് ചെയ്ത് അപ്പം നമ്മളറിയാം നമ്മുടെ വായിൽ നിന്ന് വരും, 1-2 വരും, 2 വന്ന് സംസാരം വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വീട്ടുകാരെ ചീത്ത പറയുക. എൻ്റെയൊക്കെ ബ്രദേഴ്സിനെയും അമ്മയൊക്കെ പറയുന്ന കണ്ടാൽ നമ്മൾ ആലോചിച്ചു പോകും ഇതെങ്ങനെ. പക്ഷെ നേരം വെളുത്ത് അവർ വീട്ടിലേക്ക് കയറി വന്ന് വാ സംസാരിക്കുന്നുണ്ട. അപ്പൊ ഞാനിങ്ങനെ അന്തം വിട്ട് ആലോചിക്കുന്നത് എന്തെങ്ങനെ കാണിക്കുന്നതെന്ന്. എന്നുവെച്ചാൽ നേരെ ഓപ്പോസിറ്റ് മൈൻഡ്. അത് മൈൻഡ് നന്നായിട്ടാണോ അല്ലെങ്കിൽ അവർ അഭിനയിക്കുകയാണോ? അപ്പൊ നമ്മൾ തന്നെ ആലോചിക്കും ഇവർ അഭിനയിക്കുകയാണോ ഫാമിലിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ നന്നായിട്ടാണോ? പക്ഷെ അങ്ങനെയൊക്കെ കാണിക്കുന്ന മാത്രമല്ല, ചില സമയത്ത് ഈ അവരുടെ സംസാരം കഴിഞ്ഞ് രാത്രിയൊക്കെ ചിലപ്പോൾ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കൈകൊണ്ട് അടിക്കുന്ന സമയത്ത് നമുക്കപ്പോൾ ആരെയും വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് ആ ഫോൺ ആദ്യമേ വാങ്ങിച്ചു വെച്ചിട്ടായിരിക്കും അവർ അടിക്കുന്നത്. ഇത് ലലുഷിന്റെ കാര്യം മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, പൊതുവെ കുടിയന്മാരുടെ കാര്യം പൊതുവെ ഇങ്ങനെയാണ് അവരത് ചെയ്തിരിക്കും. എന്റെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മാല ഉണ്ടായിരുന്നു. ആ മാല ഇത് ഇന്ന് സത്യമായിട്ട് ഞാൻ പറയാണ്, ആ മാല 5-8 പീസായിട്ട് പൊട്ടി. എന്ന് വെച്ചാൽ പുള്ളിയായിട്ട് ഫൈറ്റ് ചെയ്ത് ആർഗ്യുമെന്റ് ചെയ്ത് പുള്ളി അത് വലിച്ച് പൊട്ടിച്ച് 5-8 പീസായിപ്പോയി. അത് കൊണ്ടുപോയി ഞാൻ ജോയാലുക്കാസിൽ മാറ്റിയപ്പോൾ അവരോട് ഞാൻ വളരെ രസമായിട്ടൊരു കഥ പറഞ്ഞു. ഒരു കള്ളൻ വന്നു, കള്ളൻ എന്നെ പിടിച്ചു, അദ്ദേഹം പിടിച്ച് വലിക്കാൻ നോക്കി, അപ്പൊ അങ്ങനെ പൊട്ടിപ്പോയതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതിൽ മാനേജർ എൻ്റെ അടുത്ത് ചോദിച്ചു, നല്ല സാമർത്ഥ്യമായിട്ടുള്ള കള്ളനാണ്, ഒരു പീസ് പോലും കൊണ്ടുപോകാതെ മാഡത്തിന് തിരിച്ചു തന്നല്ലേ എന്ന് ആ മാനേജർ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ എനിക്ക് എന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നപ്പോ അവർക്ക് മനസ്സിലായി സംഭവം കള്ളൻ വേറെ ആരുമില്ല, ഹസ്ബൻഡ് തന്നെയാണെന്ന്. അപ്പോ ഇതാണ് നമ്മൾ സത്യങ്ങള് ചിലപ്പോ ചില സമയത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് പൊട്ടി വരത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സത്യം ജോയാലുക്കാസിൽ കൊണ്ടുപോയി ആ മാല കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത് ഞാൻ അതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ 1 പവനും കൂടെ ഇട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഇതേ ഉള്ളു പ്രശ്നം.
നമ്മള് ചില സമയത്ത് നമ്മുടെ വായിന്ന് വന്നേ അവര് ഈ കുടിയന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്തോളൂ, നീ എന്നെ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരിക്കലുമല്ല. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവരായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തോളും. അവർക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു ട്രിഗർ നമ്മുടെ വായിന്ന് ആ സമയത്ത് വരും. അതിൽ കയറി പിടിച്ച് അവര് നമ്മളെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരം വെളുത്ത് ഇവര് ഇന്നും എന്ന് വെച്ചാൽ നേരം വെളുത്ത് ഞാൻ പലതും ചോദിക്കും, നിങ്ങൾ ഇന്നലെ എന്താ എന്നോട് കാണിച്ചതെന്ന് വെച്ചാൽ അതൊക്കെ വിട്ട് കളയുന്ന ഈശോ, അതൊക്കെ ഒരു കുടുംബത്തിലുള്ളതാണ്. ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഈ ഇന്റർവ്യൂ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് അതിന്റെ കാര്യമില്ലെന്ന്. ആൾക്കാർ പലതും പറയുന്നുണ്ട് ഇന്റർവ്യൂയുടെ കാര്യം, പക്ഷെ നിനക്കിത് പറയേണ്ട കാര്യമില്ല. എല്ലാവരുടെ വീട്ടിലും അടിയും ബഹളമൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ സഹിക്കണം. എന്തുകൊണ്ട് ഒരു പെണ്ണ് ഇത് സഹിക്കണം? ഒരു പെണ്ണ് സഹിക്കാനാണോ കല്യാണം കഴിക്കുന്നത്? അല്ല. ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ തന്നെ തിരിച്ച് ആണുങ്ങളെ അടിച്ച എന്തായിരിക്കും സ്ഥിതി? ഏതെങ്കിലും നിങ്ങൾ ആണുങ്ങളെ കൊണ്ടുകൊണ്ടിരിക്കുക വീട്ടില്? അല്ല, പെണ്ണുങ്ങൾക്ക് ശക്തിയില്ല, അത് വേറെ കാര്യം. അവർക്ക് അതിനുള്ള ഇപ്പൊ നിങ്ങളെ പോലെ കഠിനമായിട്ടുള്ള കാര്യങ്ങൾ പൊക്കാനുള്ള ശക്തി എല്ലാ ബോൺസിന് ബലവും ഇല്ല. അല്ല, മാനസികമായിട്ട് അവർ ചിലപ്പോൾ ഇതായിരിക്കാം. പക്ഷെ പെണ്ണുങ്ങൾക്കൊരു ഷാർപ്പ് ബുദ്ധിയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മറക്കത്തില്ല, പ്രത്യേകിച്ച് വേറൊരു പെണ്ണ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മറക്കത്തില്ല. അതുപോലെ തന്നെയാണ് ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മൾ കെട്ടിക്കയറുന്ന വീടിന്റെ അകത്ത് നമ്മളോട് ഇൻസൾട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്താൽ നമ്മൾ മറക്കത്തില്ല. ഈ 1-2 ചെറിയ കാര്യങ്ങളൊക്കെയാണ് വലിയ വിഷയമല്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഒരു പ്രാവശ്യമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് എപ്പോഴും നിരന്തരമായിട്ട് നമ്മളെ 10 പേരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ ഡയലോഗ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അത്ര ശരിയല്ല. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ജീവിതം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് വിചാരിച്ചായിരിക്കും കല്യാണം കഴിക്കുന്നത്. എല്ലാം നമ്മുടെ ലൈഫും അതുപോലെ ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും കല്യാണം കഴിക്കുന്നത്. പക്ഷെ അത് പിന്നീട് അല്ലെന്ന് തോന്നുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി വീട്ടിൽ ചെന്ന് പറയാം. അപ്പോൾ നമ്മൾ വീടെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വേറൊരു മൊബൈലും കൂടെ എടുത്ത് ഞാൻ നോക്കുവാണ്. ബിക്കോസ് സംസാരിക്കുമ്പോഴത്തേക്കും ഇതിൽ ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂ ഇതാണ്. ഇത് കണ്ടോ, ഈ ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണ് കുറേ എഴുതിയിരിക്കുന്നത്. എനിക്ക് മലയാളം വായിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാരണം അത് ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. ഇറ്റ്സ് എ ഡിസീസ് ഓഫ് സം പീപ്പിൾ ദാറ്റ് വർക്കേഴ്സ് ഡു നോട്ട് ലൈക്ക് ടു ടോക്ക് അമോങ് ദംസെൽസ്. വേർ ഇസ് എ ലോ എന്ന് വെച്ചാൽ വർക്കേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലാന്ന്, അതൊരു രോഗമാണെന്ന്. ഒരിക്കലും അല്ല. എൻ്റെ വീട്ടിൽ വളരെ കൂളാണ് എല്ലാവരും, വളരെ ഫ്രണ്ട്ലി ആണ്, കൂളാണ്. എല്ലാവരും ഫ്രീ ആയിട്ടിരുന്നാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊരു പ്രശ്നമേ ഞങ്ങളുടെ വീട്ടിലില്ല. പിന്നെ ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ബേസിൽ അത് മാത്രം എടുത്തിട്ട കാരണമാണ് ഇത് കൂടുതൽ ആൾക്കാർ എന്താ പറയണത്, ജോലിക്കാരോട് ഞാൻ ഭയങ്കര എന്താ പറയണ അങ്ങനെ മോശമായിട്ട് ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്കിത് പറയാം. ബിക്കോസ് നിങ്ങൾ എല്ലാ വീഡിയോയിലും കാണുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ പോയിന്റ് ഓഫ് അപ്പോൾ അതിൻ്റെ വേറെ ആൾക്കാർ എഴുതിയിരിക്കുന്നത് ഏജൻസി വഴി വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ഏജൻസി മുഖേന വന്ന എല്ലാവർക്കും അനുഭവമുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു ജോലിക്കാർ കടന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഏജൻസി മുഖേന ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പം ഞാൻ റിക്രൂട്ട് ചെയ്ത ആൾക്കാരിൽ ഇടയ്ക്ക് ചില ലേഡീസ് കടന്നു വരും. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു 2 ദിവസം വീട്ടിൽ നിൽക്കുക, ആ വീടിൻ്റെ അന്തരീക്ഷം നോക്കുക, പണിയെടുക്കുക, പൈസ വാങ്ങിക്കുക, കടം വാങ്ങിച്ചാൽ അവരപ്പം അടുത്ത മിനിറ്റ് വേറെ സ്ഥലത്തേക്ക് മുങ്ങും. പക്ഷെ അത് ഞാൻ ഒരു 3-4 പേരിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ പത്രം വഴി വന്ന ആൾക്കാരാണ്. പക്ഷെ അതൊരു നല്ലൊരു സ്വഭാവമല്ല. ബിക്കോസ് 2 ദിവസം ഇവിടെ പണിയെടുത്തിട്ട് നമ്മളോട് കള്ളത്തരം പറഞ്ഞ് പൈസ വാങ്ങിച്ച് ചിലപ്പോൾ പറയും എൻ്റെ മോളുടെ കൊച്ചിന് പഠിക്കാനാണ്, ഫീസ് അടയ്ക്കാനില്ല, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, ഇപ്പം അത് പോകുമെന്ന് പറയും. നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് പൈസ ഒരു 5000 ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അടുത്ത ദിവസം രാവിലെ അവർ ഉടനെ ബാഗ് എടുത്തിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ പുറപ്പെടാണ്, ഞങ്ങൾ പിന്നെ പൈസ അയച്ചു തരാം. ബിക്കോസ് ഇതൊരു അതൊരു റാക്കറ്റ് പോലെയാണ്. ബിക്കോസ് അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തന്നെ ഉണ്ട്, അതിനെ വെച്ച് ഒരു ബേസ് ആയിട്ടുള്ള ഒരു മൂവി എടുക്കാൻ തന്നെ. ബിക്കോസ് അത് അനുഭവം ഉള്ള കാരണം, ഒത്തിരി സ്റ്റാഫുകളിലൂടെ വന്നേക്കണ കാരണം അങ്ങനെ ഒരു മൂവി എടുത്താൽ പോലും അത് ഒരുപാട് ആളുകൾക്ക് അറിയാം ഇങ്ങനത്തെ ജോലിക്ക് പോകുന്ന ആൾക്കാർ എങ്ങനെയാണ് ഫ്രോഡ് തരാം. ഇതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വന്നേക്കണ എല്ലാവരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. ഒരിക്കലും ഞാൻ അവരെ കുറ്റമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവരെ അല്ല കുറ്റം പറഞ്ഞിരിക്കുന്നത് അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാമെന്ന ആൾക്കാർ കിച്ചണിൽ നിൽക്കുന്ന ഇവരായിട്ട്
അവർ ചിലപ്പോൾ എന്തെങ്കിലും പച്ചക്കറി അരിയുന്ന സമയത്ത് ഇവരുടെ സംസാരം, അപ്പോൾ സംസാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പിള്ളേരെ വിട്ടിട്ടുള്ള അപ്പുറത്ത് പോയിരുന്ന സംസാരം കാര്യങ്ങൾ പാടില്ലെന്ന് പറയുന്ന സ്ഥലത്ത് അവരത് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി പിള്ളേരായിട്ട് നിൽക്കേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കാറുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും അടച്ചൊരു വ്യക്തികളെ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ഇത്ര വർഷം നിന്ന വ്യക്തിയെ അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് പറയും, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സംഭവം ഞാൻ എടുക്കട്ടെ. ഇതാണ് ആ ഇൻ്റർവ്യൂ. നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ ഉള്ള ചില ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ ചില ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. എല്ലാം ട്രാൻസ്ലേറ്റ് യു ഹാവ് ടൈം. ആ സിനിമയിലേക്ക് തിരിച്ച് വരുന്നുണ്ടോയെന്ന്. അങ്ങനെ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ഞാൻ കേട്ടത് വേറൊരു കാര്യമുണ്ട്. കുട്ടികളായി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഭർത്താവ് കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുവാണ്, അതിനുള്ള പുറപ്പാടാണ്. ഒരിക്കലുമില്ല. എന്തിനാ? ബിക്കോസ് എനിക്ക് നല്ലൊരു ലൈഫുണ്ട്. ഈ ലൈഫ് ഇട്ടിട്ട് ഞാൻ എന്തിനാണ് സിനിമയിലേക്ക് പോകുന്നത്? സിനിമ എൻ്റെ തൊഴിലാണ്. അതെപ്പോൾ വേണമെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തൊഴിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് തൊഴിൽ ചെയ്താലേ ജീവിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ പെണ്ണുങ്ങൾക്ക് കയ്യിൽ കുറച്ച് പൈസ വേണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോയേ പറ്റില്ല. അതെൻ്റെ ഒരു ജോലിയുടെ സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമയിൽ പോയി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ 5 ദിവസത്തെ ഡേറ്റ് പോയാലും 5 ദിവസത്തിൽ കിട്ടുന്ന എമൗണ്ട് വലുതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എൻ്റെ ഫാമിലി ലൈഫ് വലിച്ചെറിഞ്ഞിട്ടിട്ട് ഞാൻ സിനിമയിലേക്ക് പോകാൻ വേണ്ടി വന്നതല്ല. ബിക്കോസ് സിനിമ എന്താണെന്ന് മനസ്സിലാക്കി വർഷങ്ങളോളം സിനിമക്കകത്ത് നിന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്ന് ഈ വീട്ടിലേക്ക്, എന്നുവെച്ചാൽ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എന്ന് വന്നോ, ഒരു രാത്രി പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എടപ്പള്ളിയിലുള്ള എൻ്റെ വീട്, എൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിൽ ഒരു രാത്രി, ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്ന് 11 വർഷമായി. 11 വർഷത്തിൽ ഒരു രാത്രി പോലും എൻ്റെ അമ്മയോട് കൂടെ പോയി നിന്നിട്ടില്ല. ബിക്കോസ് ഫുൾ ടൈം ഞാൻ എൻ്റെ ഈ വീട്ടിൽ തന്നെയാണ്. ഹസ്ബൻഡിനൊരു ബുദ്ധിമുട്ട് വന്ന് അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ പോയിട്ടൊരു 10 ദിവസം എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലും ഞാനായിട്ട് ഓടി നടന്നിരിക്കുന്നത്. അല്ലാതെ ഇന്ന് വരെ എൻ്റെ ഭർത്താവിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് വീഡിയോസ് കാണുമ്പോൾ അറിയാം, ഞാൻ ഫുൾ ടൈം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എല്ലാം യാത്ര ചെയ്യാതിരിക്കാം. അപ്പോൾ പക്ഷേ ഈ യാത്രയുടെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മദ്യമാണ്. ആ മദ്യം മടുത്ത കാരണം ഞാൻ പറഞ്ഞത്, അല്ലാതെ അദ്ദേഹത്തിന് ഞാൻ മടുത്തെന്നല്ല പറയുന്നത്. അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു സീരിയസ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ലൊരു ശരീരം നശിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം ഒരു രോഗിയായിട്ട് എവിടെയെങ്കിലും കിടപ്പായി പോയി, ഒരു മനുഷ്യൻ കിടന്നു പോയി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്നു, നാളെ പെട്ടെന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആരും നോക്കാണ്ടാവില്ല. ഇന്നത്തെ ലോകത്ത് എല്ലാവരും ബിസിയാണ്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അമ്മയായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, സഹോദരന്മാരായിക്കോട്ടെ, എല്ലാവരും സംസാരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാരായാലും കുറ്റം പറയാനുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം നശിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ദയവ് ഇത് മനസ്സിലാക്കുക. അല്ലാതെ പബ്ലിക്കായിട്ട് ഞാനിത് ഒരു പബ്ലിക്കിൽ ഇത് പറയാൻ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു കുറ്റമായിട്ട് പറയാനല്ല. ബിക്കോസ് ഇത് അദ്ദേഹം കണ്ടാൽ മനസ്സിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർത്തട്ടെ. അല്ലെങ്കിൽ ഞാൻ മടുത്തു എന്നുള്ള കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയ കാര്യമാണ്. പക്ഷെ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3-4 വീഡിയോസാണ് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുടിക്കല്ലേ എന്ന് പറഞ്ഞാൽ കുടികാരൻ എന്നും കുടിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. അത് പറഞ്ഞാൽ അപ്പോൾ പുള്ളിയോട് ഞാനിപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊരു സീരിയസ്നെസ് ഇല്ലല്ലോ എന്ന് വെച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത്, നീ പറഞ്ഞാലും പറഞ്ഞില്ലേ ഞാൻ കുടിക്കും. മനസ്സിലായോ? ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസാണ് ഞാൻ വായിക്കുന്നത്. അതിലെഴുതിയിട്ടുണ്ട്, ഒരുപാട് അദ്ദേഹത്തിന് ഡോണ്ട് ഫോഴ്സ് ഹിം ടു മച്ച്, ദെയർ ഷുഡ് ബി നോ ഫൈറ്റിംഗ് over drinking because they are more well feeling yourself, force on your kids only, don't think about ഡിവോഴ്സിൻ്റെ കാര്യം ഇപ്പോൾ തിങ്ക് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ എന്താ പറയണ, നമ്മൾ ഒരു പ്രാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം. ഒരു സ്ഥിരം അത് മാത്രം ചിന്തയുള്ള വ്യക്തിയോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഡിവോഴ്സിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പുള്ളിയെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഞാനായിട്ട് പറയാറുണ്ട്, നിങ്ങൾക്ക് മടുത്തെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മടുത്തെങ്കിൽ നമുക്ക് 2 പേർക്കും മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യാം. ബിക്കോസ് നമുക്കൊരാളോട് ഹാങ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ പറഞ്ഞെന്ന് ഓർത്തിട്ട് അവരുടെ ഫാമിലിക്ക്, എന്ന് വെച്ചാൽ പാലാത്ര ഫാമിലിക്ക്
ഞാൻ ചിലപ്പോൾ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ഞാൻ അതും പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ എന്നെ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിക്കാം, അത് വലിയ വിഷയമല്ല. ബിക്കോസ് അത് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്, അല്ലാതെ ഫാമിലിയല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആകാം. ബിക്കോസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മദ്യപാനം എടുത്തിട്ടാണല്ലോ ഞാൻ ഇത് അറിയാതെ പറഞ്ഞു പോയത്. പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലി ആയാലും അദ്ദേഹത്തിന് മുകളിൽ പ്രഷറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് ഭയങ്കര പ്രശ്നമാണെന്ന്. പക്ഷേ ഇത് ഉള്ള ഫാക്റ്റാണ് പറഞ്ഞത്. ഫാക്റ്റ് പറയുമ്പോഴത്തേക്കും ആൾക്കാർ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അത് പബ്ലിക് മീഡിയയിൽ വന്ന് പറയണമെന്നല്ല. എത്രയോ വിവാഹങ്ങൾ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ പെണ്ണ് മരിക്കുന്നു, നോക്കുമ്പോഴത്തേക്ക് ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ. അവൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇത് വീട്ടുകാരോട് നമ്മൾ പറയുമ്പോഴത്തേക്കും ചിലവരത് അക്സെപ്റ്റ് ചെയ്യും, ചിലവർ പറയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറയും. എൻ്റെ വീട്ടിൽ അങ്ങനെ കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോന്ന് എൻ്റെ അമ്മയും പറഞ്ഞ കാരണമാണ് ഇതെല്ലാം. അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ പറഞ്ഞതാ, മമ്മി എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല മമ്മി. ബിക്കോസ് നമുക്ക് പരിചയമുള്ള, ഞാൻ അദ്ദേഹത്തിനെ ലവ് ചെയ്ത് നടന്ന വ്യക്തിയല്ല, ലവ് ചെയ്യാതെ നടന്ന വ്യക്തിയാണ്. ഒരു മിനിറ്റ്. ഇപ്പോൾ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിനെ ഞാൻ സ്നേഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം സ്നേഹിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വേറൊരു ലവ് അഫെയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ പെണ്ണ് മരിച്ചത് 2020-ലാണ്. 20, 20ലാണ് മരിച്ചത്. അപ്പോൾ 2013 ഞാൻ കല്യാണം കഴിച്ചിട്ട് 2020 വരെ അദ്ദേഹം എൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് സംസാരിക്കും. ബിക്കോസ് സംസാരിക്കുന്ന രീതി വരെ ഞാൻ എന്താ പറയുക, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് ഞാൻ ചോദിക്കും, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അത് സംസാരിക്കുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ഭർത്താവിനെ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നത് ആ കുടുംബത്തിന് തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. ഇപ്പം ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി കുടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ദേഷ്യപ്പെട്ടു എന്ന് പറയുന്നു. ആ കാര്യത്തിൽ അല്ലെങ്കിൽ ആണുങ്ങൾ തന്നെ പൊതുവെ എല്ലാവരും കൂടെ അയ്യോ അവൾ ഭർത്താവിനെ താഴ്ത്തി കെട്ടി സംസാരിച്ചു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണ് ഇതുപോലെ തന്നെ കുടിച്ച് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് കുടിയും സിഗരറ്റ് വലിയും ഒക്കെ കാണിച്ച് ഇവർ കാണിക്കുന്ന പോലെ തന്നെ നമ്മളും കാണിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മ ഇത് അക്സെപ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നമ്മളെ പറ്റി കുറ്റം പറയൂ? അപ്പം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് അവർ എത്രത്തോളം അവരെ ഹൈഡ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെയൊക്കെ നമ്മളൊരു വീട്ടിൽ 34 വർഷം, അല്ലെങ്കിൽ നമ്മൾ എന്ന് കല്യാണം കഴിച്ച് ഓരോ പെണ്ണുങ്ങൾ എന്ന് കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അത്ര വർഷം സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ച് അവരുടെ വ്യക്തിത്വങ്ങളുണ്ട് ഇല്ലേ? നമ്മൾ എന്ത് ഡ്രസ്സ് ഇടുന്നു, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം നമ്മുടെ വീട്ടുകാർക്ക് അറിയാം. കെട്ടിച്ചെല്ലുന്ന വീട്ടുകാർക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കേണ്ടത്, കെട്ടിച്ചെല്ലുന്ന ഒരു വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മൊത്തമായിട്ട് മാറുകയല്ല പഠിക്കേണ്ടത്, അല്ല അവർ മൊത്തമായിട്ട് നമ്മൾ മാറ്റുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഡ്രസ്സിങ് മുതൽ, ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ച് അങ്ങ് ചെന്ന് ഫസ്റ്റ് ഡേ എന്നോട് പറഞ്ഞത് ജീൻസും ടോപ്പും ഒന്നും ചങ്ങനാശ്ശേരി വരുമ്പോൾ ഇടാൻ പാടില്ല, ഇവിടെ വരുമ്പോൾ ഫുൾ ചുരിദാറായിരിക്കണം. സോ അവിടെ തന്നെ നമുക്കൊരു ഷോക്കായി. ഓക്കെ, രണ്ടാമത് അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇൻട്രസ്റ്റ് അങ്ങോട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെല്ലാതായതിൻ്റെ ഒരുപാട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ ചോദിക്കും, മാഡത്തിന് ഇവിടെ കാണാറില്ലല്ലോ. ചെല്ലാതായതിൻ്റെ പിന്നത്തെ കാര്യം, രണ്ടാമത്തെ അനിയൻ്റെ വൈഫ് കെട്ടി വന്ന ശേഷം പിന്നെ അവിടെ നിന്നുകൊണ്ട് എനിക്ക് നമ്മുടെ ലക്കീനെ പോലെ ഒരു കുഞ്ഞി പട്ടി ആദ്യം നമ്മുടെ കുക്കിയായിരുന്നു. അപ്പോൾ കുക്കിയായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നേരിട്ട് നമ്മളോട് പറയാതെ പട്ടിയെ നോക്കിയിട്ട് ഇറങ്ങിപ്പോടി എന്ന് പറയുക. ഇറങ്ങിപ്പോടി, പട്ടിയെ നോക്കിയിട്ടാണ് പറയുന്നത് ഇറങ്ങിപ്പോടി. പക്ഷേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അതിന് മുന്നേയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് പട്ടിയാണോ കുട്ടിയാണോ എന്നുള്ളത്. പിന്നെ നമുക്ക് അങ്ങോട്ട് കാല് വയ്ക്കാൻ തോന്നത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് 1-2 ഇൻസിഡൻസ് അല്ല, ഒരുപാട് ഇൻസിഡൻസ് ഇതുപോലെ തന്നെയാണ്. ഓരോ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ശ്രീധരത്തിൻ്റെ പേരും പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവർ ശ്രീധരൻ തന്ന് എനിക്ക് കിട്ടിയതൊന്നുമല്ല. എൻ്റെ കയ്യിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 10 ലക്ഷം 15 ലക്ഷം തന്നിട്ട് എൻ്റെ മകനെ കെട്ടിയെടുത്തോന്ന് പറഞ്ഞതുമല്ല. ബിക്കോസ് അനിയൻ്റെ ഭാര്യയ്ക്ക് 30 പവൻ ഇട്ടാണ് അവർ കല്യാണം കഴിച്ചെടുത്തത്. എനിക്ക് അതുപോലുമല്ല, എൻ്റെ കയ്യിൽ മൊത്തം സ്വർണ്ണം ഞാൻ കല്യാണം കഴിച്ചത്. ഒരു അൽമാരി ആണെങ്കിലും ഞാൻ വാങ്ങിച്ച് എൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ചിട്ടാണ് ഞാൻ അൽമാരി ഇറക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ ആ ചടങ്ങുകൾ എങ്ങനെയൊക്കെ വിവാഹം കഴിച്ച് ചെയ്യണം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി ഒരുപാട് കമൻസിൽ ഞാൻ കണ്ടു, പൈസ ഉള്ള ആളെ കല്യാണം കഴിച്ചിട്ട് അവൾ തുള്ളി നടക്കുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, പൈസ ഉള്ള ആളെ കല്യാണം കഴിച്ചു ശരി, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വല്ല സ്വത്ത് എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് ഇവരെല്ലാവരും കൂടെ ഇത് പറയണമെങ്കിൽ ഓക്കെ ഇല്ലേ. ഭർത്താവിൻ്റെ വീട്ടുകാരായാലും അല്ലെങ്കിൽ നാട്ടുകാരായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലായിക്കോട്ടെ, അദ്ദേഹത്തിന് അവർക്ക് ഹോട്ടൽസാണുള്ളത്, അപ്പോൾ ഹോട്ടലിൽ ഒന്നും എൻ്റെ പേരിൽ എഴുതിയിട്ടില്ല. ഒരു പെട്രോൾ പമ്പ് എഴുതിയിട്ടില്ല. അവർക്ക് പെട്രോൾ പമ്പുണ്ട്, പെട്രോൾ പമ്പ് എഴുതിയിട്ടില്ല. എൻ്റെ പേരിൽ വീടുകൾ എഴുതിയിട്ടില്ല. എൻ്റെ പേരിൽ പൈസയും തന്നിട്ടില്ല. അപ്പോൾ ഒന്നും തരാതെ വെറുതെ ഒരു പെണ്ണിനെ നോക്കി കംപ്ലൈൻറ്റ് ചുമ്മാ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കണം. എൻ്റെ പേരിലെല്ലാം എഴുതി വെച്ചിട്ടാണ് ഇതെല്ലാം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാം അടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ പേരിലെ അക്കൗണ്ടിൽ പൈസയില്ല, ഒന്നുമില്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ എങ്ങനെ ഈ പറയുന്ന പോലെ ആളുകൾ പറയുന്ന ഓരോ കമൻസ് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നിട്ടാണ് ഞാൻ ഈ ആൻസർ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ചങ്ങനാശ്ശേരിയിലുള്ള ജനങ്ങളായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള പരിചയമുള്ള ആളുകളായിക്കോട്ടെ, പ്രത്യേകിച്ച് ക്ലബ്ബിൽ വരുന്ന ആണുങ്ങളായിക്കോട്ടെ, എല്ലാവരും ചിന്തിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ ഹോട്ടൽസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല, അവിടുത്തെ ഒരു സ്ഥലം ഒരു സെൻറ്റ് ഭൂമി എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല, അവരുടെ ഒരു സാധനങ്ങളും എൻ്റെ പേരിൽ തന്നിട്ടില്ല. അങ്ങനെ തരാതെ അവർ സ്വർണം പോലും ഇട്ട് തന്നിട്ടില്ല. എനിക്ക് ആകെ കൂടെ ഒരു കമ്മലാണ്, ഒരു പേളിൻ്റെ കമ്മലാണ് കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ഞാൻ കമ്മലില്ലാതെ ചങ്ങനാശ്ശേരി ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു കമ്മലെടുത്ത് കൈ തന്നു. അതിന് പറഞ്ഞ ഡയലോഗ് ഇതാണ്, കമ്മലില്ലാത്തതിൽ വന്നത് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരികൾക്ക് ഒരു കമ്മൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു വാക്കാണ് നമുക്ക് മനസ്സ് ഹേർട്ട് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? ഞങ്ങൾ ജോലിക്കാർക്ക് കൊടുക്കുന്ന പോലെയാണ് നിന്നെയും കാണുന്നതെന്നല്ല, അതല്ലേ മലയാളത്തിൻ്റെ അർത്ഥം. അതാണ്. ഇനി എനിക്ക് മലയാളം അറിയില്ല എന്ന് ഒരുപാട് പേരോട് അന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല എന്ന്. ഇപ്പം ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മലയാളത്തിലല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ ഞാൻ പറയുന്നത് ഇങ്ങനെയല്ലേ. അപ്പോൾ ഒരു കമ്മൽ തന്നിട്ടും അത് ഒരു ഇൻസൾട്ട് രീതിയിൽ പറയുമ്പോഴത്തേക്കും ഞാൻ ആ കമ്മൽ മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. ആ കമ്മൽ മാറ്റി വെച്ച് ഏതോ ഒരു സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി എങ്ങനെ വന്നപ്പോഴത്തേക്കും ആ കമ്മലും പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് പൈസയും കൂടി ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനുള്ള ഒരു മോതിരം വാങ്ങിച്ചിട്ട് കൊടുത്തത്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു സ്വർണം കാണാതെയുള്ള പെണ്ണല്ല. ജോസ്കോ ജ്വല്ലറിയിൽ ചോദിച്ചാൽ മതി, ഞാൻ സീരിയൽ അഭിനയിക്കുന്ന സമയത്ത് എത്ര ഗോൾഡാണ് ഞാൻ അവിടെ വാങ്ങിച്ചേക്കണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ പുച്ഛമായിട്ട് വലിയ ആളുകളായിരിക്കാം, പക്ഷെ പുച്ഛമായിട്ടുള്ള ഡയലോഗുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലത് ഹേർട്ടാവും. പിന്നെ ഒരു താഴ്ത്തിക്കെട്ടൽ, എന്താ പറയുക, ഒരു മരുമകൾ വരുമ്പോഴത്തേക്കും അടുത്ത മരുമകൾ താഴ്ത്തിക്കെട്ടുക, ഇതെല്ലാം നമ്മുടെ കയ്യിലാട്ടോ ഉള്ളത്. നമ്മുടെ കയ്യിലാണ് ഉള്ളത്. ഒരു കുടുംബം നന്നായിട്ട് പോകണമെന്ന് ചിന്തിക്കുന്നത് ഒരു അമ്മയുടെ കയ്യിലാണ് ഉള്ളത്. അവിടെ കയറി വരുന്ന മകൻ്റെ രണ്ട് ആമക്കളായിക്കോട്ടെ 5 ആമക്കളായിക്കോട്ടെ, 5 ആമക്കളുടെ ഭാര്യമാരോട് നന്നായിട്ട് സംസാരിക്കുന്ന എത്രയോ കുടുംബക്കാരുണ്ട്. അവരെല്ലാവരും കൂട്ടി സ്നേഹിച്ച് അടുപ്പിച്ച് നിർത്തി സംസാരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയല്ല ഞാനിവിടെ കണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു പരിപാടിക്കും അവിടുത്തെ മൂത്താളിയും വരാറില്ല. അനിയത്തിയുടെ ഹസ്ബൻഡ് അവിടെ ഇല്ല. ബിക്കോസ് അവരോടൊക്കെ ഇതേ ഡയലോഗാണ്. ബിക്കോസ് വന്ന് കയറുന്ന അവനോട് ബെർമുഡ ഇടാൻ പാടില്ല എന്നൊക്കെ ആദ്യമേ പറയുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് കേൾക്കത്തില്ല. ബിക്കോസ് എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ 38 വർഷം വരെ 37 വയസ്സ് വരെ ജീവിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പാൽ കുടിക്കാത്ത വ്യക്തിയാണ്. പാലെന്ന് പറഞ്ഞ സാധനം ഞാൻ കൈകൊണ്ട് തൊടത്തില്ല. ഞാൻ കോൾഡ് കോഫി കുടിക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ ചൂട് പാലിൻ്റെ ആ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കെറ്റിൽ വാങ്ങിച്ചു വെച്ചിട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ റൂമിൽ ഒരു കെറ്റിൽ വാങ്ങിച്ചു വെച്ചിട്ട് ചൂട് ചായ എന്നുവെച്ചാൽ ഒരു ദിവസം ഒരു 5-8 ചായ ഞാൻ കുടിക്കും. കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ആ കട്ടൻ ചായ കുടിച്ചതിന് വരെ കംപ്ലൈൻ്റ് ആയിട്ട് എല്ലാവരോടും ഞാൻ എന്തുകൊണ്ട് 2ാമത്തെ നിലയിൽ നിന്ന് എനിക്കൊരു ചായ കുടിക്കണം. ഇപ്പോഴും തേക്കണ്ട, ഞാൻ സംസാരിക്കുന്ന ഇടയിൽ കൂടെ ഒരു ചായയാണ്. എനിക്ക് ഇത്രയുള്ള ഒരു കപ്പിൽ ഒരു ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. അത് എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ചായ ഞാൻ ഒരുപാട് കുറച്ചു. ബിക്കോസ് എനിക്ക് ആസിഡിറ്റി പ്രശ്നം വന്നപ്പോഴത്തേക്കും ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഭയങ്കര നെഞ്ചരിച്ചിൽ ഡോക്ടർ എന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ചായ കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കട്ടൻ ചായ ഒരു 10 കട്ടൻ ചായ കുടിക്കാറുണ്ട്. അന്ന് അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക, അതിനുശേഷം നെഞ്ചരിച്ചിലൊക്കെ മാറും. സത്യം
ഇപ്പം ഞാൻ കട്ടൻ ചായ കുടിക്കാറില്ല. ഇപ്പം ഞാൻ കുടിക്കുന്നതാണ്, ഇത് ചായയാണ്. എൻ്റെ ഗ്ലാസ് വെള്ളമാണിത്. ഇത് ഒരു ദിവസം ഇങ്ങനത്തെ ഒരു കപ്പ് വെള്ളം ഒരു 10 കപ്പെങ്കിലും ഞാൻ കുടിച്ചിരിക്കും. അപ്പോൾ വെള്ളവും കുടിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു രാവിലെ ഒരു ചായ, വൈകിട്ട് ഒരു ചായ, ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച ഉടനെ ഒരു ചായ. സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും അറിയാം ചൂട് ചായയും ചൂട് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ചായ കുടിക്കൽ. അപ്പോൾ അതും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുക. അതുപോലെ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ചെന്ന് കയറി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സത്യമുണ്ടെങ്കിൽ, അത് പൈസ കാര്യങ്ങളായിക്കോട്ടെ എന്തു കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ എല്ലാം എൻ്റെ ഫാദറിലോ പാലാത്ര തങ്കച്ചൻ്റെ ബ്രദർ തോമസ് കുട്ടി ചായനുണ്ട്. തോമസ് കുട്ടി ചായനും ജീല ചേച്ചി അവർ തൊട്ടടുത്ത് വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ എല്ലാ കാര്യങ്ങളും, എന്തെല്ലാം എൻ്റെ മനസ്സിൽ വിഷമങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പോയിരുന്നാണ്, ചങ്ങനാശ്ശേരിയിലുള്ള തൊട്ടടുത്ത വീട്ടിലുള്ള അവരോടാണ് ഞാൻ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് അവിടെയാണ്. ബിക്കോസ് അവിടെ അവരുടെ മൂത്ത മകൻ കല്യാണം കഴിക്കുന്ന ഒരാഴ്ചക്ക് മുന്നേ വരെയുള്ള കാര്യങ്ങൾ, ഒരു മാസത്തിന് മുന്നേ വരെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. മക്കളായിട്ടുള്ള സമയത്ത് ഞാൻ എൻ്റെ കാര്യം നോക്കി ഇങ്ങോട്ട് വരിക. ബിക്കോസ് അവിടെ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയിരുന്നത് സംസാരിക്കുന്നത് മോശമാണ്. ബിക്കോസ് അല്ലെങ്കിൽ അവരും പറയും ആ കൊച്ചി എപ്പോഴും പരാതി പറയാൻ വേണ്ടി വരുന്ന ആൾ, അങ്ങനെ പരാതി കേൾക്കേണ്ട കാര്യം. ബിക്കോസ് എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ഒരാളെങ്കിലും ചങ്ങനാശ്ശേരിയിൽ അറിയാൻ വേണ്ടിയിട്ട് പപ്പയുടെ എൻ്റെ ഫാദറിലോയുടെ ബ്രദർ തോമസ് ചായനും വൈഫിൻ്റെ അടുത്താണ് ഞാൻ എല്ലാ കാര്യം പറയുന്നത്. എന്നുവെച്ചാൽ പൈസ കണക്കുകളുടെ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്. ബിക്കോസ് അവർക്ക് മാത്രം ഒരു വ്യക്തിക്കെങ്കിലും, ബിക്കോസ് അവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി വലിയ ഫാമിലിയാണ്. വലിയൊരു ഫാമിലിയിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫാമിലിയെങ്കിലും സത്യം അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പോയി പറയും. തോമസ് ചായ ഇങ്ങനെയാണ്, ചേച്ചി ഇത് ഇങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറയും. അവരവരുടെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അതൊന്നും നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്താ പറയുക, ഒരു ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പെണ്ണ് വന്നു കയറുന്ന പെണ്ണ് എല്ലാം മോശമൊന്നുമല്ല. ആ വീടിൻ്റെ അകത്ത് അവർ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അവർ ഒരു വീട്ടിൽ ജീവിച്ചു കഴിഞ്ഞ് ആ പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. അവർക്ക് ആദ്യം കുറച്ച് സ്പേസ് കൊടുക്കുക. സ്പേസ് കൊടുത്തു കഴിഞ്ഞ് അവർ നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ ശേഷം അവരെ ചേർത്ത് നിർത്തുക. ചേർത്ത് നിർത്താൻ ഒരു കുടുംബത്തിലെ ഒരു നാഥനും അല്ലെങ്കിൽ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അവിടെ വരുന്ന സ്ഥലത്ത് പിന്നെ സ്വന്തം പെമ്മക്കളെ താഴ്ത്തി കെട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കെല്ലാം എൻ്റെ പെമ്മക്കളാണ്, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ പെമ്മക്കൾക്കേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയാം വേറൊരു കാര്യം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഒരു 5.5 കോടി രൂപയ്ക്ക് നമ്മൾ കൊടുത്തു. കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് കെഞ്ചിയാണ് പറഞ്ഞത്, അമ്മയെ അവൾക്കൊരു സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയെങ്കിലും കൊടുക്കണേന്ന്. അതിന് 20,000 രൂപ എനിക്ക് കയ്യിൽ തന്നു. ഹസ്ബൻഡ് 30 രൂപ തന്നു. അങ്ങനെ 50,000 കൊണ്ട് ഞാൻ അതിൽ ഒന്നും ചെയ്തില്ല. മാതാവാണ് സത്യം, പാറേപ്പള്ളി മാതാവാണ് സത്യം. ആ പൈസ 50,000 ഞാൻ നേരെ കൊണ്ടുപോയി പാറേപ്പള്ളിയിൽ അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇന്നാ. ബിക്കോസ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി വിറ്റിട്ട് അവർ ആകെ 20,000 വരെ തന്നുള്ളൂ, അല്ലാതെ 1 കോടിയോ 50 ലക്ഷമോ ഒന്നും തന്നില്ല. എനിക്കത് ആഗ്രഹമില്ല കേട്ടോ, സത്യം ഞാൻ ഇപ്പോഴും പറയുകയാണ്. ആ സ്ഥലം വിറ്റിട്ടുള്ള പൈസ എനിക്ക് കിട്ടാനല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും പ്രോപ്പർട്ടി വിറ്റിട്ട് ആകെ എനിക്ക് തന്നത് ഇതാണ്. 20,000 അമ്മായിമയും തന്നു, ഭർത്താവ് 30,000 തന്നു. അത് 50,000 ഞാൻ അങ്ങനെ കൊണ്ടുപോയി പാറേപ്പള്ളിയിൽ പള്ളി പണിയാനായിട്ട് 50,000 എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് സുമി ലല്ലൂഷിൻ്റെ വക എന്ന് പറഞ്ഞ് ഞാനത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ പൈസ കിട്ടിയിട്ട് ഇവളിങ്ങനെ അങ്ങോട്ട് നടക്കുവാണ്, അവൾ ഇങ്ങോട്ട് പോവാണ്, അങ്ങോട്ട് ചെയ്യുവാണ്, ഇങ്ങോട്ട് ചെയ്യുവാണ്. എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എൻ്റെ സ്വർണ്ണങ്ങൾ തന്നെ ഞാൻ പണയം വെച്ചിട്ടാണ് നടക്കുന്നത്. എനിക്കിത് ആരോട് പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാനിപ്പോൾ പറയുകയാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാനത് ചെയ്ത് നടക്കുവാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ തുള്ളാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് പൈസയൊന്നും തന്നിട്ടില്ല. സമാധാനം, എൻ്റെ സന്തോഷം ഇങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. ഇന്നെന്നല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. എൻ്റെ സഹോദരന്മാരെ വളർത്താൻ വേണ്ടിയിട്ടും ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കണക്കായിട്ട് പറയല്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവരെ വളർത്താനായിട്ട് പെട്ടെന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് പൈസ തരുമോ? ഇല്ല. അപ്പോൾ എനിക്കുണ്ടായത് ഞാൻ മേടിച്ച് വെച്ച ഗോൾഡൊക്കെ കൂടെ പണയം വെച്ചിട്ടൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ ടൂർ പോകുന്നതും ഒക്കെ ചെയ്യുന്നതും.
അതാരും മനുഷ്യർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഓപ്പണായിട്ട് പറയുമ്പോൾ ചിലവർക്കത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ മദർ ലോയുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ ഒരു എന്താ പറയുക, പാറമട പൊട്ടിക്കാനായിട്ടൊക്കെ ഒരാളൊക്കെ വന്ന് കയറി, ജിമ്മി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന വാക്കുകളാണ് അവർക്ക് വലുത്. അല്ലാതെ എന്താണ് നമ്മുടെ ഫാമിലി കൂടി നിർത്തണം, നമ്മുടെ കൂട്ടുകുടുംബമായിട്ട് അതിനുശേഷം നമ്മളെ കുറ്റം പറയുക. അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? വന്നു കയറിയ മരുമക്കളെ തന്നെ രണ്ടുപേരെ രണ്ട് രീതിയിൽ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ പോയില്ലേ. പിന്നെ ആ പെണ്ണെ വെച്ച് നമ്മളെ പട്ടിയുടെ അടുത്ത് പറഞ്ഞ പോലെ കുത്തുക, പറയിപ്പിക്കുക. ഇതെല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഒരു നാടകം കാണാനായിട്ട് എനിക്കത് താല്പര്യമില്ല. ബിക്കോസ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ആ നാട്ടിലേക്ക് വരാത്തതും അല്ലെങ്കിൽ ഒരു രാത്രി പോലും അവിടെ നിൽക്കാത്തതിൻ്റെ കാരണം ഇതാണ്. പിന്നെ ഒന്നാമത് ബഹുമാനം. നമുക്കൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മളെ ബഹുമാനിച്ച്, ഇപ്പോൾ ഒരു ടേബിളിൽ ഇപ്പോൾ എനിക്ക് നാളെ 2 മരുമക്കൾ കയറി വരുന്നു. ആ മരുമക്കളോട് ഞാൻ പറയാണ്, തലമേശയിൽ ഹസ്ബൻഡ് ഇരിക്കുന്ന മേശയാണ്, റൈറ്റ് സൈഡ് എല്ലാ വീട്ടിലും ഉള്ളതാണ്. തലമേശയിൽ അപ്പന്മാരിരിക്കും, അമ്മമാർ വലതുവശത്തിരിക്കും, മക്കൾ ഇങ്ങനെ ഇരിക്കും. പക്ഷെ വന്നു കയറുന്ന പെണ്ണിനോട് ഈ കസേരയിൽ ഞാനിരിക്കുന്ന, ഈ കസേരയിൽ മകളിരിക്കുന്ന, ഈ കസേരയിൽ മരുമകനിരിക്കുക, ഈ കസേരയിൽ മറ്റവരിരിക്കും. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോയി കിച്ചണിലിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് നമ്മൾ എണീറ്റില്ലെങ്കിൽ പിന്നെ അവർ ആലോചിച്ച് നിൽക്കും, ഇതെൻ്റെ കസേരയാണല്ലോ എണീക്കാത്ത എന്താണ്. അങ്ങനെ ഒരു ഫ്രീഡം അല്ല ഞാൻ കണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ സംസാരിച്ച് എല്ലാവരുടെ വീട്ടിലും അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കും ഇതെന്താണ് ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതെന്ന്. ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു വയ്ക്കുക ഈ വീഡിയോയിൽ. ഓപ്പണായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയുവാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ ഷെയർ ചെയ്യും, ബെസ്റ്റ് ഫ്രണ്ട്സിനോട് നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ഷെയർ ചെയ്യണമെങ്കിൽ എൻ്റെ ഫാമിലിയോട്, എൻ്റെ ബ്രദർ ആയിക്കോട്ടെ, എൻ്റെ സിസ്റ്റർ ആയിക്കോട്ടെ, എൻ്റെ സിസ്റ്ററിലോ ആയിക്കോട്ടെ, അവരുടെ മുന്നിൽ ഞാൻ എല്ലാവരും ഇരിക്കുമ്പോഴേ എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് മുമ്പിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ആളുകളാണ്. പക്ഷേ ചില ഫാമിലീസ് അങ്ങനെ അല്ലായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ചെന്നപ്പോഴത്തേക്കും ആദ്യം ചോദിച്ചത്, ചില ദിവസം ഞാൻ ചോദിക്കും, ആദ്യം കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഞാൻ ചോദിക്കും, മമ്മി മറ്റേ സഹോദരി എന്ത് ചെയ്യുന്നു, ഈ സഹോദരി എന്ത് ചെയ്യുന്നു, നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കില്ല. പിന്നെ സഹോദരിമാരെ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മമ്മിക്ക് അതിഷ്ടമല്ല ഞങ്ങളെ പറ്റി അന്വേഷിക്കുന്നത്, അങ്ങനെ അധികം ചോദിക്കണ്ട, സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ചോദിക്കാറില്ല അവരെന്ത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ വേറെ ആളുകളുടെ അടുത്തുനിന്ന് ഞാൻ കേട്ടു, എനിക്ക് സഹോദരിമാരെ ഇഷ്ടമല്ല എന്ന്. ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനൊരു പ്രശ്നം പറ്റിയെന്ന് അറിയില്ല. അത് ഇപ്പോഴും ഞാൻ 101% ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, എല്ലാവരും മുമ്പിൽ പറയുകയാണ്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സഹോദരിമാർക്കോ എൻ്റെ സഹോദരിക്കോ, സഹോദരിമാരെന്നാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സഹോദരിക്കോ എൻ്റെ സിസ്റ്ററിലോനും ബ്രദേഴ്സിനും മാത്രം അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. ബിക്കോസ് ഇത് ആസ് എ വീഡിയോ ആയിട്ട് ഇത് കിടക്കാൻ വേണ്ടിയിട്ടാണ്, ആസ് എ പ്രൂഫായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കായിട്ട് ഇവർ ഒന്നും തന്നിട്ടില്ല, ഒരു സാധനം തന്നിട്ടില്ല. തരാതെ അവർക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രശ്നം പറ്റിയെന്ന് എനിക്കറിയില്ല. മദറിലെ ഒരു സ്റ്റെപ്പിൽ നിന്ന് വേറൊരു സ്റ്റെപ്പിലേക്ക് കയറാനായിട്ടോ ഇറങ്ങാനായിട്ടോ നോക്കിയപ്പോൾ ഞാൻ കൈക്കൊന്ന് പിടിക്കാൻ നോക്കി കല്യാണം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ എൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അനിയൻ്റെ വൈഫിൻ്റെ കൈ കയറി പിടിച്ചു. സോ ഇതൊക്കെ സില്ലി മാറ്ററാണ്, ശരിക്കും പറഞ്ഞാൽ സില്ലിയാണ്. നമുക്കങ്ങനെ ഞാൻ തന്നെ ആലോചിക്കും ഇതൊക്കെ എന്ത് മാറ്ററാണ്, ഇതൊക്കെ ഞാൻ എന്തിനാണ് പുറത്ത് പറയുന്നത്. ഇത് പുറത്ത് പറയാനല്ല, ആക്ച്വലി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ
നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത്. നമുക്കത് ആൾക്കാർക്ക് പറയാം, ഇവള് കുർബാന കാണുന്നതല്ലേ, ക്ഷമിച്ചുകൂടെ? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എൻ്റെ മദർ ലോയും സിസ്റ്റർ ലോയൻസും ഒക്കെ കുർബാന കാണുന്നതല്ലേ, ഡെയിലി അവർ കുർബാനയ്ക്കും എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നില്ലേ, എന്ത് ക്ഷമിക്കാൻ പറ്റാത്ത? ഇപ്പം ഞാൻ ഓപ്പണായിട്ട് ഇത്രയും കാര്യം പറയുന്ന പോലെ അവർക്കും നാളെ ഓപ്പണായിട്ട് അവർക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പണായിട്ട് പറയാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞങ്ങൾ നേരിൽ എല്ലാവരും കൂടെ ഇരുത്തിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചാൽ പോലും എൻ്റെ ഭാഗത്തുനിന്ന് വന്ന പ്രശ്നം അറിയാൻ പറ്റുമല്ലോ. ഒരു ബെഞ്ചിൻ്റെ ചുറ്റിനിരുന്ന് തീർക്കേണ്ട പ്രശ്നമാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഞാനൊരു സെലിബ്രിറ്റി ആയാലും നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുള്ള ആരും പറയുന്നു, അതിന് മോശമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ അവർക്കൊരു യൂട്യൂബ് ചാനലുള്ള കാരണം വായ തുറന്നതല്ല പറയാം. ഇതിപ്പോൾ ഞാൻ പറയാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇപ്പം എൻ്റെ മക്കൾക്ക് കാണാനായിട്ട് എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ് ഞാനീ പറയുന്നത്. ഈ 2 കുഞ്ഞുങ്ങൾ, 2 പൊടി പിള്ളേരോട്, ജോജി ആൻ്റണിയോട് ഉള്ള കാര്യങ്ങൾ ലല്ലൂഷ് കഴിഞ്ഞ ദിവസം അറിയാതെ ഇങ്ങനെ പറഞ്ഞു, നീ വടിയെടുത്ത് അടിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നേരെ ഈർക്കിൽ വെച്ച് പിള്ളേരെ അടിക്കണം, ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ തുടങ്ങിയ ഒരു കാലിൻ്റെ താഴ്പോട്ട് അടിക്കണം, അടിച്ച് തന്നെ വളർത്തണം. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർക്കത് പേടിയുണ്ടാവുള്ളൂ. അപ്പോൾ ആ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ അവരത് നോ. ഇപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ചെന്നിട്ട് പപ്പയുടെ അടുത്ത് പറ, സിഗരറ്റ് വലിക്കരുത്, വലിക്കുന്ന സമയത്ത് നിങ്ങളവിടെ ഇരിക്കരുത്. ഇപ്പം കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ നേരിട്ട് പറയും, പപ്പ നോ പപ്പ, നോ സിഗരറ്റ് പപ്പ എന്ന് പറയും. എന്നിട്ട് അവർ അവിടെ ഇരിക്കുമ്പോൾ പപ്പ വലിക്കുന്നില്ല. സോ അത് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ നോ പറയുന്ന സ്ഥലത്ത് ഞാനൊരു വടിയെടുത്ത് ചെറിയ ഇറുക്കിലെടുത്ത് അവരെ കാലിലേക്ക് അടിക്കുമ്പോൾ അവരത് ചെയ്യാതിരിക്കാൻ ഞാൻ പറയുന്നു. ആ സ്ഥലത്ത് ടേബിളിൻ്റെ മുകളിൽ കയറ്റി രാത്രി കഞ്ഞി കുടിക്കുമ്പോൾ അപ്പനെ എടുത്തപ്പോൾ ഞാൻ പറയും, കഞ്ഞി കുടിച്ച് കഴിഞ്ഞ ശേഷം അപ്പനും മക്കളും കൂടെ അവിടെ സോഫയിലിരുന്ന് സംസാരിക്കുക. ടേബിളിൻ്റെ മുകളിൽ ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നു, തൊട്ടടുത്ത് ബീർ എടുത്ത് വെച്ചിട്ടിരിക്കും. അത് ഒറ്റ തട്ട് തട്ടിയ ബീറും താഴെ വീഴും, ഗ്ലാസും താഴെ വീഴും, ബുദ്ധിമുട്ടാവും. അപ്പം ഞാനിത് എല്ലാ ദിവസവും പറയാം, ചെയ്യരുത്, മോളിൽ കയറ്റി ഇരുത്തരുത്, താഴെ ഇരുത്തി ലല്ലുഷ് ഫുഡ് കഴിച്ചതിന് ശേഷം മക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക. ഇവിടെ സ്റ്റാഫ് കാണുന്നുണ്ട് എത്ര നേരം അദ്ദേഹം മക്കളുടെ കൂടെ ചെലവ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഹാർഡ്ലി മേ ബി ഒരു 5 minutes or 10 minutes, അതിന് കൂടുതലില്ല. വേണമെങ്കിൽ എത്രയോ സമയം സ്പെൻഡ് ചെയ്യാം. സ്കൂളിൽ ഞാൻ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് കൂടെ വരാം. പുറത്തു പോകുന്ന സമയത്ത് വൈകിട്ട് കുർബാനയ്ക്ക് പോകുമ്പോൾ കൂടെ വരാം. എന്തെല്ലാം ചെയ്യാം വേണമെങ്കിൽ. സോ അതിനൊന്നും സമയം കണ്ടെത്താനായിട്ട് അദ്ദേഹവും ശ്രമിക്കുന്നില്ല. അപ്പം ഇപ്പം നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് അവളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ താഴ്ത്തി കിട്ടുക എന്നുള്ളത് പറയേണ്ട ആൾക്കാർ നിങ്ങൾ പറഞ്ഞു, അത് എൻ്റെ വിഷയമല്ല. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ഓപ്പണായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഒരു പെണ്ണ് വിവാഹം കഴിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് മെൻ്റൽ ടോർച്ചർ പല രീതിയിൽ കൊടുക്കുന്ന ആണുങ്ങളുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ കുടിച്ചിട്ട് അടിച്ചിട്ടില്ലെന്നല്ല, ഞാനൊരു സിനിമാ നടിയെ സെലിബ്രിറ്റി ആയിട്ട് പോലും എൻ്റെ ഭർത്താവ് കുടിച്ചു കഴിഞ്ഞ ശേഷം എന്നെ അടിച്ചു കഴിഞ്ഞ് പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ പോലീസിൽ 4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം പോലീസുകാർ ഇത് വീടിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത് തെളിവാണ്. ഒരു പ്രാവശ്യമല്ല, 4 പ്രാവശ്യം. ആ സമയത്ത് സ്റ്റാഫുകളെ രണ്ട് സ്റ്റാഫുകളെ ലല്ലൂഷനെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ പോലീസ് വന്ന ശേഷം ഉള്ള കാര്യങ്ങൾ വേറെ. ഇതൊക്കെ ആ സ്റ്റാഫുകൾക്ക് അറിയാം. അപ്പം ഇങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതൊന്നും ഞാൻ എൻ്റെ ഫേസ്ബുക്കിലോ കാര്യത്തിലോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇത്രയും നാൾ. പക്ഷെ അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് ഓക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ എല്ലാം ഇപ്പുറത്ത് ഞങ്ങൾ എന്ത് കാണിച്ചാലും അറിയും. പക്ഷെ ഒരു സ്ത്രീകളും ഇങ്ങനെ ക്ഷമിച്ചിരിക്കരുത്. നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. റിയാക്ട് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ റിയാക്ട് ചെയ്ത് വേറെ ഒന്നുമല്ല. ഇനിയും എൻ്റെ മുന്നിൽ പൊട്ടം കളിച്ച് അവരുടെ പൊട്ടം കളി കാണാനല്ല ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു പരിപാടിക്ക് പോയി എല്ലാവരും കൂടെ ചേർന്ന് ചിരിക്കാനല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജാട കാണാനല്ല ഞാൻ ഇരിക്കുന്നത്. ശരിയായിരിക്കാം, അവർക്ക് പൈസ ഉള്ളവരാകുമ്പോൾ പൈസ ഉള്ള ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് കുറ്റം പറയാതിരിക്കാം. ഇപ്പം ഞാനത് കാണാനല്ല ഇപ്പം പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഏതൊരു പെണ്ണും മനസ്സിലാക്കുക, പൈസ ഉള്ളവൻ്റെ വീട്ടിലും പൈസ ഇല്ലാത്ത വീട്ടിലും ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ എല്ലാം നന്നായിട്ട് നടക്കണമെന്ന് വിചാരിച്ച് തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. പക്ഷെ അവിടെ വരുന്ന പല രീതിയിലാണ് പ്രശ്നങ്ങൾ, പല രീതിയിൽ.
സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ സ്ത്രീധനം കൊടുത്തില്ല, സ്ത്രീധനം കൊടുത്തെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കളിയാക്കൽ, പിന്നെ പൈസ ഉള്ളവനാ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു പെണ്ണിന് 2 കോടി രൂപ സ്ത്രീധനം കിട്ടി. ആ കിട്ടിയ ആ ചെറുക്കനെ നേരത്തെ ഏതുകൊണ്ട് പ്രേമമുണ്ടായിരുന്നു, പക്ഷേ ആ പ്രേമമുള്ള ചെറുക്കനെ കല്യാണം കഴിപ്പിച്ച പെണ്ണ് പോരാന്നോ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. പക്ഷെ ആ പെണ്ണിനോട് തന്നെ തിരിച്ച് ഇവർ വേറെ രീതിയിലാണ് പറയുന്നത്. അല്ല ഞാൻ പറയുന്നത് പറയുമ്പോൾ ആ കുട്ടിക്ക് നോക്കുമ്പോൾ എന്താണ്, അയ്യോ സുമച്ചിച്ചി എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു തോട്ട് അവർക്ക് വരും. പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞിട്ടില്ല. അവർ 2 കോടിയല്ല 5 കോടി കൊടുത്ത് പെണ്ണിനെ കല്യാണം കഴിച്ചെടുത്തോട്ടെ, നമുക്കത് വിഷയമല്ല. ഒരു വീട് ഞാൻ കാണാൻ പോയി, സ്വന്തക്കാരുടെ വീട് കാണാൻ പോയി. വീട് കൊള്ളാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഉടനെ തിരിച്ച് അവരോട് പറഞ്ഞ എന്താണെന്നറിയോ, അതുപോലത്തെ വീട് വെക്കാനായിട്ട് ലല്ലൂഷിനെ ഞാൻ നിർബന്ധിക്കുകയാണ്. ഞാനിതൊക്കെ ഇപ്പം ഞാൻ പറയുന്ന ഓരോ വാക്കുകളും മാതാവിനെ വിചാരിച്ച് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവിടെ നിന്ന് പറഞ്ഞ ഒരു വാക്ക് തെറ്റാതെ എന്നുവെച്ചാൽ ഞാൻ എന്നെ കൂടുതലും പറയാൻ പാടില്ല. എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഒരാളുടെ വീടിൻ്റെ കണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ദൈവം എനിക്കൊരു വീട് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരും. പൈസ തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം തരും. 22-23 വർഷമായി ഒരേ ഫോൺ യൂസ് ചെയ്യുന്നത്. ഒരേ ഫോൺ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ യൂസ് ചെയ്യുന്നത്. ഈ കുടുംബത്തിനകത്ത് കല്യാണം കഴിച്ച് ഞാൻ പോയിട്ടുണ്ട്. ഒരാളുടെ അടുത്ത് പോലും പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിട്ട് പോലും ഞാൻ ഒരാളുടെ അടുത്ത് പോലും ഫോൺ ചെയ്ത് കടം ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ കടം ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കടം ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറയാം, അയ്യോ സുമിയും കല്യാണം കഴിച്ച് വന്നിട്ട് ആ സ്വന്തത്തിലെ എല്ലാ ആൾക്കാരോടും കടം ചോദിക്കുകയാണ്. ഉള്ളതുപോലെ എനിക്ക് ജീവിച്ചു പോകാൻ അറിയാം. ദൈവം എന്നെ സഹായിക്കുകയും ചെയ്യും. പക്ഷെ ദൈവീത് ഇങ്ങനെ അനാവശ്യങ്ങൾ വിളിച്ച് പറയുകയും അനാവശ്യങ്ങൾ ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ തന്നെ അവരോടുള്ള ആ ബഹുമാനം അങ്ങ് പോവുകയാണ്. പത്രം എടുത്തു കഴിഞ്ഞാൽ എന്താ കാണുന്നത്? കല്യാണം കഴിച്ച് വന്ന പെണ്ണിനെ നേരിട്ട് കൊല്ലാൻ പറ്റാണ്ട് പാമ്പിനെ കൊണ്ട് കൊല്ലിപ്പിക്കുക ഇല്ലേ? നമ്മൾ പത്രത്തിൽ കാണുന്ന പോലെ എന്തെല്ലാം ഇൻസിഡൻസാണ്. അതുകൊണ്ട് ഒരു ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് ഒരു പൈസ ഉള്ളവനെ കല്യാണം കഴിച്ചു എന്ന് കൊടുത്താൽ ഒരു പൈസക്കാരനും തലയിൽ സ്വർണ്ണോ പൈസ ഒന്നും വെച്ച് തരാൻ പോണില്ല. ചങ്ങനാശ്ശേരിയിൽ ഓരോ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ലക്ഷങ്ങളും കോടികളാണ് നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കുന്നത്. ഞാൻ സെലിബ്രിറ്റി ആയാലും ഞാൻ ഉടുത്ത് വന്ന് ഞാൻ ചിരിച്ച് കാണിക്കുന്ന കാരണം നിങ്ങൾ ചിന്തിക്കുമോ അവൾ ഏത് പെണ്ണിനാ ഒരു പെണ്ണെ കാണാൻ ദേഷ്യമില്ലാതിരിക്കുന്നത്? പ്രത്യേകിച്ചൊന്ന് ഉടുത്തു നിന്ന് കഴിഞ്ഞാൽ ഉള്ളത് കഴിഞ്ഞ്. പിന്നെ അപ്പുറത്തുനിന്ന് കേൾക്കുന്ന വിശേഷങ്ങൾ ഇതല്ലേ. അവൾ എന്നാ കൊണ്ടുവന്നിട്ടാ അവൾ ജാട കാണിക്കുന്നതെന്നൊരു ഡയലോഗ് കേട്ടാൽ ഇവരെന്ത് കൊണ്ടുവന്നിട്ടാണ് പറയുന്ന ആളുകൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാണ് അവരും പറയണമെങ്കിൽ ഓക്കെ. ഒരു നോർമൽ ഫാമിലിയിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചെടുത്തു, കെട്ടിയാൻ പൈസ ഉണ്ടാക്കി അബ്കാരി. ഇപ്പം അബ്കാരി എന്ന് പറഞ്ഞിട്ട് ആളുകൾ തന്നെ പലതും പറയുന്നില്ലേ. കണ്ണീരിൻ്റെ പൈസയാണ് അബ്കാരിയുടെ പൈസ. എങ്ങനെയാണ് ഇപ്പം ഞാനടക്കം വിഷമിക്കുന്നുണ്ട്. മദ്യത്തിൽ കൂടെ ഉണ്ടാക്കുന്ന ഏത് പൈസയും ആ കുടുംബത്തിനകത്ത് ഒരു സമാധാനം തരത്തില്ല. ബിക്കോസ് വേറൊരു പെണ്ണിൻ്റെ കണ്ണീരാണ്. സാധാരണ പെണ്ണുങ്ങൾ എത്രയോ പെണ്ണുങ്ങൾ കണ്ണീരോട് കെട്ടുതാലി പൊട്ടിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കെട്ടിയാൻ ജോലിയെടുത്ത് കൊണ്ടുവന്ന പൈസ കിട്ടുമെന്ന് വിചാരിക്കും. വൈകിട്ടാകുമ്പോൾ കുടിച്ചിട്ട് തീർക്കുന്ന കെട്ടിയാന്മാരുടെ സംഭവങ്ങൾ കാണുന്നില്ല. അതൊക്കെ നല്ല ഹാപ്പിയാണോ? ഇല്ല. അപ്പോൾ അവിടെ കണ്ണീരുണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ചിലപ്പോൾ ഇദ്ദേഹത്തിനെ കല്യാണം കഴിച്ച് ചിലപ്പോൾ അബ്കാരിയുടെ പൈസ കാരണമായിരിക്കാം. അവിടെ ഒരു സമാധാനം ഇല്ല. അതുള്ള കാര്യം ഉള്ള ഫാക്റ്റാണത്. എന്നാ ഉണ്ടായിട്ട് തന്നെ എൻ്റെ മക്കൾക്കത് വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതിലൊരു വ്യക്തി എഴുതിയിട്ടുണ്ട്, ഞാൻ പേരൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല ബിക്കോസ് ഒത്തിരി കമൻസ് ഉണ്ട്. ഒത്തിരി ലേഡീസ് അവരുടെ അനുഭവം അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അനുഭവിച്ച കാര്യങ്ങളും ഒക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് പേര് എന്തിനാണ് നമ്മളിത് ഓപ്പണായിട്ട് പറയുന്നതെന്നുള്ള രീതിയിലാണ് അവരും പറഞ്ഞിരിക്കുന്നത്. അതെന്തും ആയിക്കോട്ടെ. ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വാക്കുമൂലം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എൻ്റെ ഒരു കുറച്ച് മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു വെക്കുവാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഡ്രിങ്ക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് കട്ട് ചെയ്യണേ.
ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പെട്ടെന്നൊരു ഓർമ്മയിൽ വന്ന ഒരു കാര്യം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു IVF ചെയ്തിട്ട് എങ്ങനെയാണ്, ഈ പ്രായത്തിൽ എങ്ങനെയാണെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ എഗ് ഫ്രോസിങ് ഞങ്ങൾ ചെയ്തത് ബോൺഹോൾ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ബോൺഹോളിൽ ചെയ്ത് ആദ്യത്തെ 2016 IVF ചെയ്തപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് IVF ചെയ്ത് ഞാൻ വീട്ടിൽ വന്ന് ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. സെക്കൻഡ് ഡേ വൈകിട്ട് 4-4:30 ആയപ്പോഴത്തേക്കും ഒരു കോള് വന്നപ്പോഴത്തേക്കും അനിയൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞ്, അനിയൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അനിയൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര സന്തോഷം. ഹസ്ബൻഡ് ഫോൺ എടുത്തു, എല്ലാവരെയും വിളിച്ചു, ഇങ്ങനെ അനിയൻ്റെ വൈഫ് ഗർഭിണിയായി. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു, വൈഫല്ലല്ലോ ഗർഭിണിയായത്, അനിയൻ്റെ വൈഫല്ലേ ഗർഭിണിയായത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അതേന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞ് ഇത്രയും വർഷം സ്വന്തം അനിയനൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നുള്ള സന്തോഷമാണ് അദ്ദേഹം അറിയിച്ചത്. പക്ഷെ ഞാനും ആലോചിച്ചു, ഇദ്ദേഹം ഇത്രയും സന്തോഷത്തിലാണ് പറയുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ് അന്ന് രാത്രി എന്തോ സംസാരം ഉണ്ടായപ്പോഴത്തേക്കും എന്തോ കാര്യം പുള്ളി എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞു. മീൻസ് ആ പെണ്ണ് ഇടയ്ക്ക്, ഞാൻ പറഞ്ഞല്ലോ ലലൂഷിൻ്റെ ലവർ എക്സ് ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ എന്തോ ഒരു സംസാരം വന്നപ്പം ഞാൻ കയറി ഇറിറ്റേറ്റഡ് ആയിട്ട് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഞാൻ ചെയറിലിരിക്കുവാണ്. അദ്ദേഹം സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ എഴുന്നേറ്റിട്ട് ഈ കാല് വെച്ച് ഈ ചെയറിലേക്ക് ഒറ്റ ചവിട്ടിയത് നമ്മുടെ രണ്ട് തുടയുടെ നടുക്കാണ് ചവിട്ടിയത്. ഞാൻ മറിഞ്ഞു കെട്ടി പുറകോട്ട് വീഴലും. ഞാൻ അപ്പം തന്നെ എണീറ്റ് വിഷമിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കഷ്ടപ്പെട്ട് 2 ലക്ഷം രൂപ മുടക്കി നമ്മളിപ്പോൾ IVF ചെയ്തിട്ട് വന്നു, നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത്? ഒറ്റ ഇടിയിൽ എന്നുവെച്ചാൽ നടുവ് ശരിക്കും പോയി ബാക്കിൽ കൊണ്ടു. ഞാൻ ഇങ്ങനെയാണ് മലനാട്ടിയാണ് വീണത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, എന്തായാലും ആഗ്രഹിച്ച കാര്യം അതെന്തായാലും പോയി കിട്ടി. ബിക്കോസ് ഒരു വയസ്സ് ഇത്രയായിട്ട് നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും അത്ര കെയർഫുൾ അല്ലെങ്കിൽ അത് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റ ചവിട്ടിലത് പോയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പീരിയഡ്സായി ഇല്ലാതായി. അപ്പോൾ അന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് വന്നു. അന്ന് ബ്ലീഡിങ് ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ നിങ്ങൾ സന്തോഷിച്ച് പറഞ്ഞു, കഷ്ടപ്പെട്ട് ഞാനൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ മുടക്കി 2 ലക്ഷം രൂപ മുടക്കി നമ്മൾ പോയി ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു കെയർലെസ് ഒരു വർത്തമാനത്തിൽ ദേഷ്യപ്പെട്ട് നിങ്ങൾ എന്നെ ചവിട്ടി താഴെയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ സെക്കൻഡ് ശപിച്ചു പോയി. എന്താ പറയണ, ആ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ശപിച്ചു. ബിക്കോസ് ആ ഒരു സെക്കൻഡ് ശപിച്ചതാണോ എന്താണെന്ന് അറിയത്തില്ല. അനിയൻ്റെ ആദ്യത്തെ കുഞ്ഞ് 6 മാസത്തിൽ അത് വയറ്റിൽ നിന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് ഇതാണ് നമ്മൾ പറയില്ലേ, പെൺശാപം പെരുവഴി എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മളൊരു കല്യാണം കഴിപ്പിക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ വ്യക്തി കറക്റ്റാണെങ്കിൽ മാത്രമേ കല്യാണം കഴിപ്പിക്കാവൂ. അല്ലെങ്കിൽ അവിടെ ഒരുപാട് നുണ പറഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോൾ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാർക്ക് വരെയും അതിൻ്റെ എന്താ പറയണ, ഒരു പെണ്ണിൻ്റെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ ആ കുടുംബത്തിനും കഷ്ടകാലമായിരിക്കും. ഒരു കുടുംബം കയറുന്നതും ഇറങ്ങുന്നതും ആ ഒരു പെണ്ണിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുപോലെ അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലീഡിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ അന്ന് രാത്രി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പുള്ളിയോട് തന്നെ ശപിച്ച് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ അനിയൻ്റെ ഇത് നടക്കത്തില്ല എന്നുള്ള രീതിയിൽ അന്നത്തെ നമ്മൾ ഏതൊരു പെണ്ണുങ്ങളായാലും പ്രാകുന്ന പോലെ ഞാനങ്ങ് പ്രാഗിപ്പോയി. പക്ഷെ അത് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊച്ചില്ലാതായി എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ച്, ദൈവമേ, നമ്മൾ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ വിഷമിച്ച് പറഞ്ഞ കാര്യമായിരിക്കാം. പക്ഷെ അന്ന് ഞാൻ ഒത്തിരി എന്ന് വെച്ചാൽ മാനസികമായിട്ട് ഒത്തിരി കളിയാക്കൽ കേട്ടിട്ടുണ്ട്. കുഞ്ഞില്ലാത്തതിനും എപ്പോൾ ചെന്നാലും ഓട്ടോമാറ്റിക് നമ്മൾ കല്യാണം കഴിയുമ്പോൾ ചോദിക്കുമല്ലോ. അപ്പോൾ 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ചോദിച്ച ചോദ്യത്തിനാണ് ഈ ഒരു കാര്യം. അതും ഈ ഒരു പ്രാവശ്യം അങ്ങനെ, 2ാമത്തെ പ്രാവശ്യം ബ്ലീഡിങ് ആയി. അത് കഴിഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് എന്തോ ദൈവാധീനമായിട്ട് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊക്കെ മറച്ചാണ്. എൻ്റെ വീട്ടുകാരോടോ എൻ്റെ അമ്മയോടോ ഒന്നും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻസിഡൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഡോക്ടറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഡോക്ടർ എന്ന് പറഞ്ഞു. മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 10-11 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം അത് കഴിഞ്ഞ് പിന്നെ സില്ലിയായിട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൽ ഒരു എന്താ പറയുക,
പക്ഷെ എവിടേക്കോ എന്താണ് ഏതാണ് സിസ്റ്ററായി ലാസ്റ്റ് ടൈം ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഒത്തിരി മാനസികമായിട്ട് ടെൻഷനുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഒട്ടും പറ്റില്ലെന്നുണ്ടെങ്കിൽ നീ വിട്ടിട്ട് പോരുക. ആരും വിട്ടിട്ട് പോകാനല്ല കല്യാണം കഴിക്കുന്നത്. ഏതൊരു പെണ്ണും കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച ഒരു ഭർത്താവായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ വിട്ടിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളുടെ തലയിലും വെച്ച് ഏൽപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവൾ കാരണമാണ് ആ കുടുംബജീവിതം അങ്ങനെ ആയത്. തെറ്റായിട്ടുള്ള കാര്യമാണ്. അവിടെ കെട്ടിയാൻ്റെ സൈഡ് ആരും കേൾക്കത്തില്ല. അല്ലെങ്കിൽ കെട്ടിയാൻ്റെ കുടുംബത്തിൻ്റെ ആൾക്കാർ പോലും ചിലപ്പോൾ ഒരു അമ്മായിമ്മ ഒരു രീതിയിലായിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് അവൾ അങ്ങനെയാണെന്നുള്ളത്. അത് കേട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ടാവും. നമുക്കിപ്പോൾ ആരെയും തിരുത്താൻ പറ്റില്ല, ഒരാളുടെ വായു അടക്കാൻ പറ്റില്ല, ഒരാൾ കുറ്റം പറയുന്ന ആൾക്കാരുടെ വായ അടച്ച് കെട്ടാനല്ല ഞാൻ പറയുന്നത്. എനിക്ക് വന്ന അനുഭവമാണ് പറയുന്നത്. നിങ്ങൾ IVF എവിടെ ചെയ്തത്? ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എവിടെയാണ് IVF ചെയ്തത്? ഫസ്റ്റ് IVF ചെയ്ത് ഞാൻ ബോൺ ഹോളിലാണ് ചെയ്തത്. അവിടെ നിന്നാണ് അണ്ട എടുത്ത് വെച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ അണ്ട ഇരിപ്പുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു സിമ്പിളായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ദൈവം അനുഗ്രഹിച്ച് കൊറോണ വരാനും നമുക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടാനൊക്കെ ദൈവത്തിന് ഞാൻ ആയിരം നന്ദി പറയുന്നു. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി വീട്ടിൽ കുടുംബ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന ആളുകളെല്ലാവരും കംപ്ലൈൻ്റായിട്ട് പറഞ്ഞു, സുമി ഇങ്ങനെയൊക്കെ പറയാവോ, മോശമല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് അമ്മ മോനോട് പറയാം, സുമി വളരെ മോശമായിട്ടാണ് പറഞ്ഞതെന്നുള്ള രീതിയിലാണ് വന്നവരെല്ലാവരും പറഞ്ഞത്. സുമിയുടെ ക്യാരക്ടർ അത്ര മോശമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്, ആരുടെയും ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടല്ല ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറയുന്നതാണ്, എനിക്ക് നടന്ന ഇൻസിഡൻസാണ്. അവരവരുടെ വീട്ടിൽ അവരവരുടെ പെൺമക്കൾക്ക് ഒരു സംഭവം നടന്നാൽ നമ്മൾ പറയാതിരിക്കും? എത്രയോ പേര് ഇത് മൂടി മറിച്ച് ആരോടും മിണ്ടാതിരിക്കുന്നു. കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നാണക്കേട് ഓർത്ത്. എന്തായാലും കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയ്ക്ക് വന്നവർ എന്നെപ്പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ ലലൂഷിൻ്റെ അടുത്ത് പറഞ്ഞ് ധരിപ്പിച്ച് ലലൂഷ് അതും പറഞ്ഞ് കുറച്ച് നേരം സംസാരം ഉണ്ടായി. അതെന്തും ആയിക്കോട്ടെ, ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ വേദനകളും കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ വീഡിയോ കൂടെ റിവീൽ ചെയ്യുവാണ്. ഇതിൽ ഒരു ലേഡി എഴുതിയിരിക്കുകയാണ്, യു ആർ വെരി മെച്ചുവർഡ് വിമൻ, ഐ നോ യു ആർ സഫറിങ് ലോട്ട് ബട്ട് ഡോണ്ട് ഓപ്പൺ എനിത്തിങ് പബ്ലിക്ലി, ജസ്റ്റ് റൈറ്റ് ഡൗൺ ഓൾ യുവർ പ്രോബ്ലംസ് in a book and keep the book near your Bible and personal place. Almighty God will solve your problem gradually. Please forgive your enemies. അതെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് നോൻപ് തുടങ്ങുന്ന ദിവസമാണ്, വലിയ ബുധനാണ്. അപ്പോൾ എന്താ പറയുക, ആഷ് വെനസ്ഡേ ആണ്, വലിയ ബുധനല്ല, ആഷ് വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറഞ്ഞ് തീർത്ത് ഞാൻ ആ ഫാമിലിയോട് തന്നെ ക്ഷമിക്കുകയാണ്. എന്തോ ആയിക്കോട്ടെ, അവർ നാളെ സംസാരിക്കാനോ കാര്യത്തിനോ ഒന്നുമല്ല, അവരോട് ഞാൻ ക്ഷമിക്കുകയാണ്, മനസ്സായിട്ട് ഞാൻ ക്ഷമിക്കുകയാണ് എല്ലാവരോടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് വന്ന ശേഷം ഉള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് നീ എന്താണ് കൊണ്ടുവന്നതെന്നാണ് അവർ ആദ്യം ചോദിച്ചത്. എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ശ്രീധരനല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര ഇവർ വിചാരിക്കുന്ന ഇവരുടെ മകന് ഒരുപാട് കോടികൾ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഇത്രയും വലിയ കോടികളുടെ വീട്ടിൽ പോയി പെണ്ണ് വയ്ക്കായിരുന്നു. എന്നെ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താണ്, ആക്ട്രസ്സാണ്, അല്ല ഞാനൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളതേ തരത്തുള്ളൂ ആൻറ്റി, അല്ലാതെ വേറെ ഞങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അവരുടെ വായിൽ നിന്ന് വന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ ഇത്രയും വർഷം എന്തെങ്കിലും റിവെഞ്ചായിട്ട് എൻ്റെ മനസ്സിൽ റിവെഞ്ച് ഉണ്ടാകാതിരിക്കത്തില്ല. ബിക്കോസ് ഒരു വാക്കിൻ്റെ മുകളിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലത് വേദനയായിട്ട് കിടക്കും. അത് മാത്രമല്ല, ഒരു ഗ്യാതറിങ്ങിൽ ചെല്ലുന്നു, അവരുടെ ഒരു ഗ്യാതറിങ്ങിൽ ചെല്ലുമ്പോഴത്തേക്കും അവരോടൊരു കാര്യം പറയും, പിന്നെ അവർ നമ്മളൊരു നോട്ടം നോക്കുന്നത്
ഇവളിങ്ങനെയാണോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കഴിവതും ഞാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ഫംഗ്ഷനും ഞാൻ പോകാതിരുന്നത്. ഈ പല ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഞാൻ എൻ്റെ കാര്യം നോക്കി നിന്നിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഇങ്ങനെ കുടിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോഴത്തേക്കും ആ കുടിക്കുന്ന വ്യക്തിയെ കൊണ്ട് ആദ്യം, ഇപ്പോഴല്ല 2014 ഒരു പവർ ഓഫ് അട്ടോർണി അവർ എഴുതിയെടുത്തായിരുന്നു. ആ പവർ ഓഫ് അട്ടോർണിയിൽ ലല്ലൂഷ് എന്താണെന്ന് വായിക്കാതെ സൈൻ ചെയ്തു, അനീത്തി സൈൻ ചെയ്തു, എല്ലാവരും സൈൻ ചെയ്തു. മൂത്ത സിസ്റ്ററിൻ്റെ അടുത്ത് സൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടു ചെന്നപ്പോൾ അളിയൻ സമ്മതിച്ചില്ല. അങ്ങനെ രണ്ടാമത് ആ പേപ്പർ തിരിച്ച് വന്ന് ഞാനത് വായിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൽ എഴുതിയിരിക്കുന്നത് എല്ലാ പവറും അമ്മയ്ക്ക് കൊടുക്കണമെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. സോ ആ ഒരു പേപ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടാനായിട്ട് ഇടയായി. ഞാനത് സ്പോട്ടിൽ, അമ്മയുടെ മുമ്പിലല്ല, ഞാൻ ആ പേപ്പർ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അതിൻ്റെ ഒറിജിനൽ കോപ്പിയും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും എടുത്തു കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ച് ഞാൻ ലല്ലുഷിന് മുമ്പിൽ കത്തിച്ച് കളഞ്ഞ ഉടനെ ലല്ലു ചോദിച്ചു, അയ്യോ എന്താ കത്തിച്ച് കളഞ്ഞു? ഞാൻ പറയാം, അതിൽ എഴുതിയിരിക്കുന്നത് പവർ നമ്മൾ വേറെ ആൾക്ക് കൊടുക്കുന്നതാണ്, അതിനി വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയനും കെട്ടാൻ പോകുന്ന, കല്യാണം കഴിച്ചിട്ടില്ല ആ സമയത്ത്, അപ്പോൾ അവർ കറങ്ങി നടക്കുവാണ്. ആ സമയത്ത് അവർ അനിയൻ്റെ ഭാര്യയും കൂടെ കയറി പെട്ടെന്ന് ആദ്യമായിട്ട് വന്ന് ആ പേപ്പർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അത് കീറിക്കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തുടങ്ങിയ പക്ഷേ ഞാൻ അഡ്വക്കേറ്റായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അഡ്വക്കേറ്റ് പറഞ്ഞ് റിട്ടേൺ ഒരു കോപ്പി അയച്ചേക്കാം, അതിലൊരു വാല്യൂ ഇല്ല എന്നുള്ള രീതിയിൽ അയച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഞാൻ അവർക്ക് അമ്മയ്ക്കെതിരായിട്ട് ഞാൻ അയച്ചു. ഇത് മാത്രമാണ് ഞാൻ ആദ്യം ചെയ്ത ഒരു തെറ്റ്. ബിക്കോസ് നമുക്ക് ആ സമയത്ത് പവർ പാടില്ല എന്നുള്ളത് തോന്നിയാറും ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഇഷ്യൂസാണ്. പിന്നെ ചെറിയ അവരുടെ പവർ പോയത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാതെ ഈ സ്വത്തുക്കളെല്ലാം നിങ്ങൾ തന്നെ വെച്ചിരുന്നാൽ കുഴപ്പമില്ല. ഇപ്പം മകനും കൂടെ അവകാശം വരുന്ന ഒരു സ്വത്താണെങ്കിൽ പോലും ഇപ്പം ഞാൻ നേരിട്ട് പബ്ലിക്കായിട്ട് പറയണം, നിങ്ങളുടെ സ്വത്ത് കണ്ടിട്ട് ഒന്നുമല്ല, സ്വത്ത് കണ്ടിട്ടാണ് കല്യാണം കഴിച്ച് വന്നതെന്നുള്ളത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 3-ാം ദിവസം എൻ്റെ അടുത്ത് ഇരുത്തിക്കൊണ്ട് എൻ്റെ അമ്മായിമ്മ ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ വാക്ക് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല. ബിക്കോസ് അത് ഒരു സ്ത്രീയെ അവമാനിക്കുന്ന തുല്യമാവും. അത് ഞാൻ പറയുന്നില്ല, അത് എന്ത് പോട്ടെ. അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് വന്ന് എങ്ങനെയോ ഞാൻ ഇത്രയും നാളും 10-11 വർഷമായിട്ട് മകനെ സൂപ്പറായിട്ട് ഞാൻ നോക്കിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, സൂപ്പറായിട്ട് നോക്കിയിട്ടുണ്ട്. അതിന് മുന്നേ 9 വർഷം മകൻ വീട്ടിൽ കല്യാണം മടുത്ത് വെറുത്തിരുന്ന സമയത്ത്, അപ്പോൾ ദൈവം ആരെയും കൊണ്ടുവന്ന് എത്തിച്ചില്ലല്ലോ, എന്നെയാണ് കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളൊരു പെങ്കൊച്ചിനെയാണല്ലോ നിങ്ങൾ ദൈവം തന്നത്, പരിചയമില്ലാത്ത ഒരാളല്ല തന്നത്, പരിചയമുള്ള ഒരു പെണ്ണിനെ തന്നത്. പക്ഷെ അവിടെ നിങ്ങൾ ചേർത്ത് നിർത്തിയില്ല. അവിടെ നിങ്ങൾ എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അവഗണിക്കാൻ പറ്റും, എത്രത്തോളം വാക്കിൽ കുത്തുവാക്ക് പറയാൻ പറ്റും, ഇതെല്ലാം പറഞ്ഞ് തീർത്ത് പബ്ലിക്കിൽ എന്നെ ഒരു കോമാളിയാക്കി, അല്ലെങ്കിൽ സ്വന്തക്കാരുടെ മുമ്പിൽ എന്നെ ഒരു ഇതാക്കിയിട്ട് ഞാനിതൊന്നും അറിയില്ല എന്ന് ചിന്തിച്ചു. അത് വേറെ കാര്യം. ഞാൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അന്ന് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പിന്നെയും എൻ്റെ മക്കളുടെ പേരും പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനോടും പിന്നെയും പിള്ളേരുടെ മുമ്പിൽ നീ നന്നായിട്ടിരിക്കണം, പിള്ളേരെ നീ അടിക്കരുത്, പിള്ളേരെ നീ സ്നേഹിക്കണം, എന്നാലേ ആൺപിള്ളേർ നിൻ്റെ പുറകെ ഇറങ്ങി വരത്തുള്ളൂ. ഇതൊക്കെ എന്ത് വർത്തമാനമാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവർ ആദ്യം 3 വയസ്സേ ആയിട്ടുള്ളൂ, വലുതായി ഒരു 18 വയസ്സായിട്ട് അപ്പൻ്റെ വീട്ടിൽ നടക്കട്ടെ. പക്ഷേ ഈ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ അടുത്തുനിന്ന് പിരിച്ചു കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നത് എന്നെ മണ്ടത്തരാണ്. അത് ഒരിക്കലും ഒരു അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നടക്കത്തില്ല. കാലശേഷം ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. പക്ഷേ എന്നാലും ഇപ്പം തൽക്കാലം അവർ സമാധാനമായിട്ട് അവരുടെ കാര്യം നോക്കി നടക്കട്ടെ. ലല്ലുഷിൻ്റെ ആദ്യത്തെ ഒരു പ്രശ്നമാ നിങ്ങൾ കാരണം തന്നെ ഉണ്ടായത്. ആ പെണ്ണ് മരിക്കുന്ന മുന്നേ പറഞ്ഞ കാര്യം എൻ്റെ കയ്യിൽ റെക്കോർഡിങ്ങിലുള്ളതാണ്. ലല്ലുഷിനോട് നേരിട്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മ അനുഭവിച്ചേ മരിക്കത്തുള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെയും കണ്ണീര് മേടിച്ച് ഒരിക്കലും ഭൂമിയിൽ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഞാനെല്ലാം ലല്ലുഷിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന ഈ സുമി എങ്ങനെ സഹിക്കുന്നു എന്നാണ് ആ പെണ്ണ് ചോദിച്ചത്. അവസാനം ചോദിച്ച ചോദ്യം അതാണ്. ഞാൻ ലല്ലുഷിനോട് ഇത്രയും സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന സുമി അടുത്തുണ്ടല്ലോ, ഇതെല്ലാം കേട്ടുകൊണ്ട് എങ്ങനെ ആ പെണ്ണ് ഇരിക്കുന്നു, അതിനെ സമ്മതിക്കണമെന്ന് ആ പെണ്ണ് പറഞ്ഞ റെക്കോർഡിങ് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത് റെക്കോർഡിങ് എൻ്റെ കയ്യിലുണ്ടെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്തെല്ലാമാണ് അതെന്തും ആയിക്കോട്ടെ,
ഇത്ര പറയാനുള്ളൂ. ലല്ലുഷ് കുടിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ കുടിച്ചിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇപ്പം പവർ ഓഫ് അട്ടോർണി അത് ആര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അത് വേസ്റ്റാണ്. ഒന്ന്. രണ്ടാമത് ലല്ലുഷിൻ്റെ കൈയൊപ്പ് ഇടാൻ നന്നായിട്ട് അറിയുന്ന 2 വ്യക്തികളെന്ന് പറയുന്നത്, ഒന്ന് സ്വന്തം അനിയൻ. അദ്ദേഹം കോടതിയിൽ വരെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സിഗ്നേച്ചർ എന്നുവെച്ചാൽ ലല്ലുഷിൻ്റെ സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അനിയൻ. അദ്ദേഹം അച്ഛൻ്റെ ഇടും ചേട്ടൻ്റെ ഇടും എല്ലാവരുടെയും ഇടാൻ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ പമ്പിലുള്ള മോബി, ഇവർക്ക് സ്വന്തം പമ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടുന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ മോബി തന്നെ സൈൻ ചെയ്യട്ടെ വിളിച്ചേട്ടാന്ന് പറഞ്ഞ് പുള്ളി സൈൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഇതാണ്. നാളെ ആരും ഉണ്ടോ ഇല്ലെന്നല്ല, ഈ പറഞ്ഞ പോലെ ചെക്കുകളുടെ കാര്യത്തിൽ മുകളിൽ സൈൻ ചെയ്തിട്ട് വന്നിട്ട് ഇന്ന ആളാന്ന് പറയുകയും ചെയ്യരുത്. ബിക്കോസ് ജീവിച്ചിരിക്കുന്ന ലല്ലുഷിന് മുന്നിൽ തന്നെ ഞാൻ ഇപ്പോൾ പറയുകയാണ്, ഈ വീഡിയോയിൽ പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ സൈൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇത്രയും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ഒപ്പിടുന്ന ആൾക്കാരാണ്. മോബിയുടെ കാര്യം പിന്നെ മോബി ചോദിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതെന്തും ആയിക്കോട്ടെ, അത് ഞാനിപ്പോൾ റിവീൽ ചെയ്ത് പറയുകയാണ്. ഒന്ന് അനിയൻ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മദ്യപാനികളുടെ ഒപ്പെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇടാം. അങ്ങനെയൊന്നും ചെയ്ത് ആരെയും ചീറ്റ് ചെയ്യാനായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണശേഷം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങൾ ചെയ്ത് വെക്കരുത്. അതാണ് എനിക്ക് ആകെ കൂടെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇതാണ്. ബിക്കോസ് നമ്മൾ റിസ്ക്കായിട്ട് ഞാനായാലും റിസ്ക്കിലാണ് ജീവിക്കുന്നത്. ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൻ്റെ മുകളിൽ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ചെക്കിൻ്റെ പ്രശ്നം ഒക്കെ വരുന്നത്, ഇതിനൊക്കെ മുകളിൽ പല പ്രശ്നങ്ങളും വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, എനിക്ക് ഒരു സമാധാനമായിട്ട് ജീവിതം വേണം. അതിന് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുക. എനിക്ക് വരാൻ താല്പര്യമില്ല. ഇത്രയും വലിയ വീടുണ്ടായിട്ട് പോലും ഞാൻ ഒരു രാത്രി അവിടെ നിൽക്കുന്ന ഒരു രാത്രി അല്ലെങ്കിൽ 2ാമത്തെ രാത്രി ആയിക്കഴിഞ്ഞാൽ ലല്ലുഷിനോട് പറയാം എനിക്ക് വേഗം പോകണമെന്ന് പറയും. ബിക്കോസ് വലിയ വീട് കണ്ടിട്ട് കാര്യമില്ല. അതിനകത്ത് സമാധാനം വേണം, സന്തോഷം വേണം. ലല്ലുഷായിട്ട് ഉറങ്ങാനായിട്ട് പോയപ്പോൾ അനിയനൊരു പ്രാവശ്യം ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് വന്ന ഡയലോഗാണ്, ഞാനും ലല്ലുഷും കൂടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കും വ്യഭിചരിക്കാൻ പോവുകയാണോ എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം ഞാൻ പറയാം, അത് 4 തൂണിനകത്ത് പറഞ്ഞ കാര്യമായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും പറയരുത്. ഒരു അമ്മയായപ്പോലും അങ്ങനെ പറയരുത്. അതിനുശേഷം ഞാനത് പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ ചെയ്തില്ല. ബിക്കോസ് കേൾക്കണ ആളുകളുടെ മനസ്സിലത് ഫീലിംഗ് ആയിട്ട് വരും. എൻ്റെ ഭർത്താവായിട്ട് ഞാൻ വ്യഭിചരിക്കാൻ പോവുകയല്ല, കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയുടെ പടം ഉണ്ടല്ലോ, ജ്യോതിയായിട്ട് അഭിനയിക്കുന്ന പടം, അതുപോലെയൊക്കെയുള്ള ലൈഫാണ് നമ്മുടെ. അല്ലാതെ ഫുൾ ടൈം ഞങ്ങൾ ജീവിതത്തിൽ ഫുൾ ടൈം സന്തോഷിച്ച് അല്ലെ ഫുൾ ടൈം എൻ്റർടൈൻ ചെയ്ത്, അദ്ദേഹം ഒരു ഷുഗർ പേഷ്യൻ്റ് കൂടെയാണ്. അങ്ങനെ എൻ്റർടൈൻ ചെയ്ത് നടക്കുന്ന വ്യക്തിയല്ല. എല്ലാ ദിവസവും ബെഡ് ഷെയർ ചെയ്ത് എല്ലാ ദിവസവും സെക്സും ചെയ്ത് അങ്ങനെയല്ല. സെക്സ് ജീവിതത്തിൻ്റെ ഭാഗമാണ്. സെക്സ് മാത്രമല്ല അത് സിനിമാ നടിയായതുകൊണ്ട് പറയല്ല. നമുക്ക് ജീവിതത്തിൽ ഭർത്താവിന് ഇത്ര കുറവുകളുണ്ടായിട്ട് പോലും നമ്മൾ ആ ജീവിതം ഇത്രയും വരെ എത്തിച്ചു കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ക്ഷമ കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ ക്ഷമയുടെ മുകളിൽ ഭർത്താവ് കുടിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ, ചില ദിവസം രാത്രി വെള്ളം കോരി ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി തല മൊത്തം ഒഴിച്ച് ആ ബെഡിലിരുത്തും. എൻ്റെ ഫോൺ വലിച്ച് പുറത്തേക്ക് കയറി. ഇതെല്ലാം ഞാൻ ആരോടും പറയാറില്ല. ഇപ്പോഴാണ് ഞാൻ ഇതെല്ലാം റിവീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇതൊരു വീഡിയോ അല്ലെങ്കിൽ സത്യമായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് പറയുകയാണ്. പക്ഷേ എന്നിട്ടും നേരം വെളുത്ത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിളിൽ വെച്ച് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ കുട്ടാന്ന് വിളിക്കുമ്പോൾ ഞാനും കുട്ടാന്ന് തിരിച്ച് തന്നെ വിളിച്ചേക്കണത്. ഇന്നുവരെ ഒരു ഇൻസൾട്ടായിട്ട് വാക്ക് കേട്ടില്ല. ഇപ്പോഴായി പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ കുടി കാരണം, അദ്ദേഹത്തിൻ്റെ സംസാരം, പിന്നെ ഈ വിളിച്ച് പറയുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെയും വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അദ്ദേഹം റിയാക്ട് ചെയ്ത് ഇറങ്ങി പോട്ടെ എന്നുള്ള രീതിയിലാണത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് അല്ലെങ്കിൽ പറയുക, നേരിട്ട് പറയുക, നിന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല, നീ ഇറങ്ങി പോടി എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ റെഡിയാണ്. ആൾബലമുണ്ട്, പക്കാബലമുണ്ട്, മറ്റൊരു ബലമുണ്ട്, ഗുണ്ടകളുണ്ട്. അതൊന്നും ഒരു കുടുംബജീവിതത്തിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗുണ്ടകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, ഗുണ്ടയല്ലേ ഇവിടുത്തെ വിഷയം. ഇപ്പം കല്യാണം കഴിച്ച അന്ന് മുതൽ കാണുന്ന കാഴ്ചകൾ ഞാൻ ഒത്തിരി കാണുന്നുണ്ട്.
പക്ഷേ ഇനിയിപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ഹോളി നമ്മുടെ നോൻപ് തുടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞ് നിർത്തുവാണ്. ഈ നിമിഷം ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ സംസാരം ഇതിൻ്റെ ബേസിസിൽ ഇനി അടുത്ത ഒരു വീഡിയോസ് വന്നാലോ കാര്യം വന്നാലോ ഞാനൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ക്ഷമിക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു മണ്ടത്തരം കാണിക്കരുതെന്ന് മാത്രമുള്ള പ്രാർത്ഥനയുള്ളൂ. കുടിച്ച് നിൽക്കുന്ന മനുഷ്യൻ്റെ മൈൻഡിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളായാലും പറയുന്നുണ്ട്, കുടിച്ച് നിൽക്കുന്ന മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. എനിക്കില്ലാതാക്കേണ്ട നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അദ്ദേഹത്തിന് നോക്കുന്ന 4 ഡോക്ടേഴ്സിന് അറിയാം ഞാൻ ഈ 11 വർഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ആക്ച്വലി ഞാൻ ഈ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത് ചാരിറ്റി പ്രവർത്തനത്തിന് വന്നിരിക്കുന്നത്. സത്യം ഇതേ മണിയടിക്കുന്നു. ചാരിറ്റി പ്രവർത്തനം തന്നെയാണ്. കല്യാണം കഴിച്ച അന്ന് രാത്രി തുടങ്ങിയ പ്രശ്നമാണ്. ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തിന് മരുന്നൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ഈ നിമിഷം വരെ ഇരുത്തിയിട്ടുണ്ട്. നാളത്തെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്തായാലും ഇത്രയും ഞാനും പറയുന്നുള്ളൂ, ദയവ് ചെയ്ത് സമാധാനമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെയും കോളിൻ്റെ കാലിലും രണ്ടാമത് ജിമ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ദയവ് ചെയ്ത് ഇനി വിളിച്ചിങ്ങനെ കാര്യങ്ങൾ പറയാൻ നിൽക്കേണ്ട. എല്ലാം ഞങ്ങൾക്ക് ജീവിക്കാൻ അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ ഭാര്യ തന്നെ വിളിച്ച് ഹസ്ബൻഡിനോട് പൈസ ചോദിക്കുന്നു. നിങ്ങൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പൈസ ചോദിക്കുന്നത്. പാറമട ഇന്ന് പൊട്ടിക്കുന്ന ആളെ പൊട്ടിക്കുന്നു പറഞ്ഞ് ഇവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ച് നിങ്ങളും ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് അവനവൻ്റെ കാര്യം നോക്കി അവനവനിരിക്കുക. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇതാണ്. ഒരുപാട് ആളുകൾ എനിക്ക്, ഒരുപാട് സ്ത്രീകൾ എനിക്ക് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. എത്ര പേര് എനിക്കത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും വളരെ നന്ദി. അതുകൂടാതെ എന്തിനാണ് ഈ ഫാമിലി മാറ്റേഴ്സ് പുറത്ത് പറയുന്നതെന്ന് ചോദിക്കുന്ന കാര്യത്തിന് ഇത്രയും ഞാൻ പറയാനുള്ളത്, എൻ്റെ മനസ്സിൽ കിടന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അവിടെ ഇടുവാണ്. അത് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഇനിയൊരു വീഡിയോ പേഴ്സണൽ മാറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. റിവീൽ ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മളോട് കാണിച്ച കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സമാധാനമായിട്ട് ജീവിക്കണം. അദ്ദേഹം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജീവിക്കട്ടെ. ജീവിക്കാൻ താല്പര്യമില്ല, ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇതിൽ നല്ലൊരു പെൺകുട്ടിയെ കിട്ടണം ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ അവരുടെ സഹോദരിമാരുടെ ഫ്രണ്ട്സൊക്കെ തന്നെ ഡിവോഴ്സുകളൊക്കെ എത്രയോ പേരുണ്ട്. അവർ കല്യാണം കഴിച്ചോട്ടെ. എനിക്ക് ഒരു ഒബ്ജക്ഷനില്ല. ഞാൻ ഹാപ്പിയാണ് പോകുന്നതുകൊണ്ട്. എൻ്റെ പേരിൽ ഒന്നും തന്നിട്ടല്ല ഞാൻ പോകുന്നത്. എന്തായാലും എൻ്റെ കയ്യിൽ ഒന്നും തന്നിട്ടുമില്ല. ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റെ കയ്യിൽ സ്വത്തുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് ഞാൻ പോകാനും റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങൾ ചോദിച്ച ഒരുപാട് ആൻസറിന് കുറച്ച് ആൻസറെങ്കിലും പറയാൻ പറ്റിയതിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പട്ടിക്കുഞ്ഞുങ്ങൾ, എൻ്റെ കുട്ടികൾ എല്ലാമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല വേറെ എന്നെ പറയാനാ. ഓക്കെ, ബൈ.